നമസ്കാരം പ്രേക്ഷകരെ, സ്വാഗതം രാവിലെയിലേക്ക്. ഇന്ന് ഞായറാഴ്ച, സ്വാഭാവികമായിട്ട് എല്ലാവരും നല്ല ഉറക്കത്തിലും ക്ഷീണത്തിലും ഒക്കെ ആയിരിക്കും. 6 ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം വിശ്രമിക്കാൻ കിട്ടുന്ന ഒരു വേളയിൽ ആരും TV കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എണീറ്റിരിക്കുന്നവർക്ക് സ്വാഗതം രാവിലെയിലേക്ക്. എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് സംഭവബഹുലമായ നിമിഷങ്ങളൊക്കെ വരുന്ന ഒരു ദിവസവും കൂടിയാണ്. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം ഇന്ന് ഒരു കൃത്യമായ വിശദീകരണം H-1B വിസയിൽ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. അതായത് പുതിയ അപേക്ഷകർക്ക് മാത്രമായിരിക്കും ഈ $1,00,000 നിരക്ക് ബാധകമാവുക എന്നൊരു വിശദീകരണം ട്രംപിന്റെ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സിനിമയെ തന്നെ അഭിമാനമാക്കി മാറ്റിയ നമ്മുടെ തോള് ചരിച്ച ലാലേട്ടൻ ആഘോഷിച്ച ഒരു ദിവസം, മലയാളികൾ ആഘോഷിച്ച ദിവസം, ഫാൽക്കെ അവാർഡ് ആദ്യമായിട്ടൊരു മലയാളി നടന് ലഭിക്കുന്നു എന്നുള്ളത്. 2004 അടൂറിന് ഈ അവാർഡ് ലഭിച്ചതിന് ശേഷം ഏകദേശം 21 വർഷമായി മലയാളത്തിലേക്ക് ഈ അവാർഡ് വന്നിട്ട്. അപ്പോൾ അത് ആഘോഷമാക്കി മാറ്റുകയായിരുന്നു മലയാളികൾ കഴിഞ്ഞ ദിവസം. ലാലേട്ടൻ ഉൾപ്പെടെ പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള ഒറ്റ വാചകത്തിൽ ലാലേട്ടൻ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ലാലേട്ടൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ ലാലേട്ടൻ കൊച്ചിയിലെത്തി, വീണ്ടും മാധ്യമങ്ങളെ കണ്ടു, സന്തോഷം പ്രകടിപ്പിച്ചു. രാവിലെ 10:30 നമ്മുടെ ലാലേട്ടൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ലാലേട്ടൻ അതിനെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമുണ്ട്. അതിൽ മാച്ച് റെഫറിയായി നിൽക്കുന്നത് ആൻറ്റി പൈക്രോഫ്റ്റ് തന്നെയാണ്. അതും പാകിസ്ഥാൻ ഒരു വലിയ തിരിച്ചടി തന്നെയാണെന്ന് പറയേണ്ടി വരും. സൂപ്പർ 4 പോരാട്ടത്തിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഇറങ്ങുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നിറഞ്ഞതാണ്. എന്തായാലും ആദ്യം തന്നെ തലക്കെട്ടുകളിലേക്ക് പോവാം. H-1B വിസയിൽ വിശദീകരണവുമായി വൈറ്റ് ഹൗസ്. $1,00,000 നിരക്ക് ബാധകമാവുക പുതിയ അപേക്ഷകർക്ക്. നിലവിൽ വിസയുള്ളവർ ഉടൻ മടങ്ങേണ്ടെന്ന് ട്രംപ് ഭരണകൂടം. ദാദാസാഹേബ് പുരസ്കാര നേട്ടത്തിൽ മോഹൻലാലിന് അഭിനന്ദന പ്രവാഹം. നടൻ കൊച്ചിയിൽ രാവിലെ മാധ്യമങ്ങളെ കണ്ടു. നേട്ടം മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരം എന്ന നടൻ രാവിലെ 10:30 മാധ്യമങ്ങളെ വീണ്ടും കാണും. ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം വാർഡ് കൗൺസിൽ അനിലിന്റെ സംസ്കാരം ഇന്ന്. BJP ജില്ലാ ഓഫീസിലും തിരുമലയിലും പൊതുദർശനം. BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ശക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആത്മഹത്യ ആയുധമാക്കാൻ CPM. KJ ഷൈൻ നൽകിയ അപകീർത്തി കേസിൽ ഇന്ന് അറസ്റ്റുണ്ടായേക്കും. കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണനും യൂട്യൂബ് ചാനൽ ഉടമ KM ഷാജഹാനുമെതിരെ നടപടിക്ക് സാധ്യത. അന്വേഷണം തുടർന്ന് പോലീസ്. അമീബിക് മസ്തിഷ്ക ജ്വര ആശങ്ക തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 9 പേർ ചികിത്സയിൽ. 13 വയസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരം. ഹസ്തദാന വിവാദത്തിനിടെ വീണ്ടും ഏഷ്യ കപ്പ് സൂപ്പർ 4-ൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. മത്സരം നിയന്ത്രിക്കുന്നത് റഫറി ആൻറ്റി പൈക്രോഫ്റ്റ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തകർത്തതിന്റെ ആത്മവിശ്വാസത്തിൽ ടീം ഇന്ത്യ. മത്സരം രാത്രി 8-ന് ദുബായിൽ. വിശദമായി ഓരോ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം തന്നെ ട്രംപ് ഭരണകൂടം നടത്തിയ വ്യക്തത. H-1B വിസയിൽ വ്യക്തത വരുത്തി ട്രംപ് ഭരണകൂടം. നിരക്ക് വർധന ബാധകമാവുക പുതിയ അപേക്ഷകർക്കാണെന്നാണ് വിശദീകരണം. നിലവിൽ വിസയുള്ളവർ ഉടൻ മടങ്ങേണ്ടെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് ഈ ഒരു നിലപാടെടുത്തപ്പോൾ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ഇത് വലിയൊരു ആശങ്ക ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ ഇന്ത്യ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോഴിതാ അതിലൊരു വിശദീകരണം ട്രംപ് വരുത്തുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഒരു പുതിയ വിശദീകരണവുമായിട്ട് ട്രംപ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു? ഹരി, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആശങ്കയ്ക്കിടയാക്കിയ ഒരു ഉത്തരവ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇന്ത്യക്കാരെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് H-1B വിസയുടെ ഉപഭോക്താക്കളായി 79% ആളുകൾ ഉള്ളത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടെക്കികളാണ് എന്നുള്ളതാണ്. വിപ്രോ, ഒപ്പം തന്നെ ഇൻഫോസിസ്, TCS അടക്കമുള്ള ഈ കമ്പനികളിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ജോലി നോക്കുന്ന ഈ ഒരു വിസയുടെ ഭാഗമായി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി $1,00,000 ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നപ്പോൾ വലിയൊരു ആശങ്ക ഉയർത്തുകയും ചെയ്ത്. പ്രത്യേകിച്ച് നിരവധി ആളുകൾ അവിടെ ഉണ്ട് ഈ H-1B വിസയുടെ ഉപഭോക്താക്കളായി. ഒപ്പം തന്നെ 3 വർഷം മുതൽ 6 വർഷം വരെയാണ് ഇതിൻ്റെ ഒരു കാലാവധി. അതായത് 3 വർഷമാണ് ആദ്യം ലഭിക്കുക, അതിനുശേഷം 6 വർഷം വരെ അത് നീട്ടിയെടുക്കാം. അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിലാണ് ഒരു ആശങ്ക ഉയർത്തുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഈ $1,00,000 ഇപ്പോൾ അവിടെ കഴിയുന്ന ആളുകൾക്ക് നൽകേണ്ടി വരുമോ? ഒപ്പം തന്നെ ഇനി റിന്യൂവലിന് വേണ്ടി കുറേ അധികം ആളുകളുണ്ട്. അതായത് 6 വർഷം പൂർത്തീകരിച്ചിട്ടുള്ള നിരവധി
ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഇനി റിന്യൂ ചെയ്യുമ്പോൾ ഈ $1 ലക്ഷം നൽകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ പടർത്തിയിരുന്നു. അത് സംബന്ധിച്ചൊരു വ്യക്തത വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ വലിയ വിമർശനങ്ങളും വലിയ വിവാദത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതായത് പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ഈ $1 ലക്ഷം എന്ന ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ മണി 88 ലക്ഷത്തോളം രൂപ ഇനി ഈ H1B വിസ ലഭിക്കണമെങ്കിൽ അത് അപേക്ഷകർ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. അതേസമയം അവിടെ കഴിയുന്നവരൊന്നും തന്നെ തിരക്കുകൂട്ടി രാജ്യം ഇടേണ്ടതില്ല എന്നുള്ളൊരു വ്യക്തത കൂടി ഇപ്പോൾ ട്രംപ് ഭരണകൂടം അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം 1990 ഈ ഒരു H1B വിസ നടപടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക രംഗത്ത് നിന്നുള്ള നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ടെക്കികളാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിലേക്ക് ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ 71% പേരും ഇന്ത്യയിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. 11.51% ആളുകൾ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് H1B വിസയുടെ ഭാഗമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് എന്തുകൊണ്ട് ട്രംപ് ഭരണകൂടം കടന്നു എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ കുടിയേറ്റം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ കുടിയേറ്റത്തിന് ഒരു ശമനം വരുത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു നടപടി സ്വീകരിച്ചത്. മറ്റൊന്ന്, തദ്ദേശീയർക്ക് ജോലി ലഭ്യമാകുന്നില്ല എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ ഉയരുകയും ചെയ്തതാണ്. അവർക്ക് ജോലി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം തങ്ങളുടെ രാജ്യത്ത് നിന്നുള്ള പൗരന്മാർക്ക് ജോലി ലഭിക്കട്ടെ, അതിനുശേഷം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്താൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് ട്രംപ് ഭരണകൂടം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനം വൈറ്റ് ഹൗസ് പുറത്തിറക്കുകയും ചെയ്യുന്നത്. അതാണ് ഇന്നലെ ഒരു ഉത്തരവായി പുറത്തിറക്കുകയും അതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്ത സാഹചര്യത്തിലേക്ക് പോയത്. പിന്നാലെയാണ് വലിയ ആശങ്കയൊക്കെ ഉയർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയായിരുന്നു. അതിലൊരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രത്യേകിച്ച് 2020 മുതൽ 2023 പ്രത്യേകിച്ച് ആ കോവിഡ് കാലയളവിന് ശേഷം ഏകദേശം ഏറ്റവും കൂടുതൽ ഈ H1B വിസ ലഭിച്ചതും ഇന്ത്യക്കാർക്ക് തന്നെയാണ്. ഏകദേശം 74% പേർക്കും ഇന്ത്യക്കാർക്കായിരുന്നു ഈ വിസ ലഭിച്ചത്. പക്ഷേ നിലവിൽ ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരമായിരിക്കുന്നു. ഇതുവരെ ഉള്ളവർക്കല്ല, ഇനി അങ്ങോട്ട് H1B വിസ അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും ഈ നിരക്ക് ബാധകമാവുക എന്നുള്ളതും കൂടി ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുമ്പോഴേക്കും അതിനുണ്ടാകുന്ന ഒരു പുതിയ രാഷ്ട്രീയ മാനം എന്തായിരിക്കും മിഥുൻ? അതിൻ്റെ കാര്യങ്ങളും കൂടി. ഹരി, അതായത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിലവിൽ അവിടെ കഴിയുന്നവർക്ക് ഈ ഒരു വിസ നടപടിയുമായി ബന്ധപ്പെട്ട് ഈ $1 ലക്ഷം അടയ്ക്കേണ്ടതില്ല എന്നുള്ള വ്യക്തതയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിപ്രോ, ഒപ്പം തന്നെ ഇൻഫോസിസ്, TCS അടക്കമുള്ള ഈ കമ്പനികൾക്ക് അവരുടെ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ ഈ H1B വിസയുടെ ആനുകൂല്യം മുതലാക്കിക്കൊണ്ട് അവിടെ അയക്കുന്നൊരു പശ്ചാത്തലമുണ്ട്, അവിടെ ജോലി നോക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കനത്ത തിരിച്ചടിയാകാൻ പോകുന്ന ഇനിയുള്ള പുതിയ അപേക്ഷകർക്കാണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇത്രയും വലിയ ഭീമമായ തുക അടച്ചുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് വിടേണ്ടതുണ്ട് എന്നുള്ള ഒരു ആലോചന സ്വാഭാവികമായും ഈ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. IT കമ്പനികളൊക്കെ ചില ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു. നേരത്തെ തന്നെ ഈ കമ്പനികളുമായി IT കമ്പനികളുമൊക്കെയായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇക്കാര്യം അവരെ കൃത്യമായി ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഫീസ് നൽകാൻ അവർ തയ്യാറാണ് എന്നുള്ള ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നുള്ള രീതിയിലുള്ള ചില വിശദീകരണങ്ങൾ കൂടി വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കമ്പനികളൊക്കെ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയും US തമ്മിലുള്ള ഈ ഒരു താരിഫ് യുദ്ധം, ഒപ്പം തന്നെ താരിഫ് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെ കൂടിയാണ് ഈ ഒരു വിഷയം കൂടി വരികയും ചെയ്യുന്നത്. H1B വിസയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് US മാറുകയും ചെയ്യുന്നത്. അതെല്ലാം തന്നെ അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ H1B വിസയുടെ ഗുണഭോക്താക്കളായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടിയാണോ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് ഒരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നിയമപരമായി ഇത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ ഈ താരിഫ് ഏർപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് 1977 എമർജൻസി എക്കണോമിക് ലോ പ്രകാരമായിരുന്നു അത്തരത്തിലുള്ള നടപടി ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ പിന്നാലെ ഫെഡറൽ കോടതി അക്കാര്യത്തിൽ ചില വ്യക്തത വരുത്തുകയും ഒപ്പം തന്നെ ട്രംപിന്റെ ആ നിലപാട് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും വിധി പ്രസ്താവിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിലൊരു ലോ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു തീരുമാനമെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് സാധിക്കില്ല. പ്രത്യേകിച്ച് ആ ലോ പ്രകാരം പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താം, പക്ഷേ താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് അധികാരമില്ല എന്നുള്ളതാണ് ആ ഫെഡറൽ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു തിരിച്ചടി ട്രംപിന് ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയം കൂടി വരുന്നത്. ഇതിൽ നിയമ സാധ്യതകൾ ഇനി എത്രത്തോളം ഉണ്ട് എന്നുള്ളതടക്കം വരും മണിക്കൂറുകളിൽ നമുക്കൊരു വ്യക്തത വരും. അതിൽ എക്കാര്യത്തിലൊക്കെ എന്ത് വിശദീകരണമാണ് നൽകാൻ
നൽകാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ആശങ്ക ഒഴുകിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ അവിടെ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ നിലവിൽ ഈ ഒരു H1B വിസയിൽ തുടരുന്നവർക്കൊക്കെ ഈ ഫീസ് നിബന്ധന ആകില്ല എന്ന് തന്നെയാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് H1B വിസയിൽ ഇനി ഈ $1 ലക്ഷം എന്ന വലിയ ഭീമമായിട്ടുള്ള തുക നൽകേണ്ടി വരുന്നത്. എന്തായാലും വ്യക്തത വരുത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വൈറ്റ് ഹൗസ് എന്തായാലും നിലവിൽ ഉള്ളവർക്കല്ല ബാധകമാകുക, ഇനി അങ്ങോട്ട് അപേക്ഷകർക്കായിരിക്കും H1B വിസയിൽ ഈ ഒരു $1 ലക്ഷം എന്നുള്ള തുകയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്ക പൂർണ്ണമായിട്ടും ഒഴിയുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇതും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധം, അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ കഴിഞ്ഞ നാളുകളായി തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും കൂടുതൽ H1B വിസ ഉപഭോക്താക്കൾ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കുമുള്ള ഒരു പണിയാണോ വൈറ്റ് ഹൗസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിലുമുണ്ട്. എന്തായാലും ഇതുവരെ പ്രത്യേകിച്ച് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അത് ഇന്ത്യ ഉൾപ്പെടെ അത് തുറന്നു പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. ഇനി അങ്ങോട്ട് H1B വിസ അപേക്ഷകർക്ക് ആയിരിക്കും ഈ നിരക്ക് ബാധകമാവുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദീകരണം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ അനിലിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ ഓഫീസിലും അനിലിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സിലും തിരുമലയിലെ വീട്ടിലും പൊതുദർശനം നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. ഇന്നലെ രാവിലെ ആയിരുന്നു അനിലിനെ തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽ നേതൃത്വം നൽകുന്ന വലിയശാല ഫാം സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട്. തിരുവനന്തപുരത്തെ പൊതുരംഗത്ത് സജീവമായ അനിലിന്റെ ആത്മഹത്യക്ക് പിന്നാലെ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ചത് CPM പോലീസ് ഗൂഢാലോചനയെന്ന ആരോപണവുമായി BJPയും രംഗത്തെത്തി. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് BJP ആരോപണം ഉന്നയിച്ചത്. CPM വനിതാ നേതാവ് KJ ഷൈനിന് നൽകിയ അപകീർത്തി കേസിൽ അറസ്റ്റിന് സാധ്യത. പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ, യൂട്യൂബ് ചാനൽ ഉടമ KM ഷാജഹാൻ എന്നിവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായേക്കും. മുനമ്പം DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ചേർന്ന് ഒരു കാറിൽ വന്നതൊക്കെ തന്നെ വളരെ കൗതുകമായ കാഴ്ചയും കൂടിയായിരുന്നു. എന്തായാലും ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഹൈന്ദവ സംഘടനകളുടെ അയ്യപ്പ സംഗമം നാളെ പന്തളത്ത് വെച്ച് നടക്കും. പമ്പയിലെ സംഗമം പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾക്കിടെ കരുത്ത് തെളിയിക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. വിശ്വാസികളുടെ എണ്ണം കൊണ്ട് രാഷ്ട്രീയ മറുപടി കൂടി നൽകുകയാണ് പന്തളത്തെ സംഗമത്തിന്റെ ലക്ഷ്യം. ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്തിയ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് കരുത്തുകാട്ടാൻ ഹൈന്ദവ സംഘടനകൾ ഒരുങ്ങുന്നത്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് പന്തളത്തൊരുങ്ങുന്നത്. ഉച്ചവരെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷം അയ്യപ്പ സംഗമവും നടത്തും. BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ശബരിമലയിൽ കേവലം വികസനം മാത്രം ചർച്ച ചെയ്താൽ പോരാ എന്നാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. വിശ്വാസത്തിൽ ഊന്നിയുള്ള വികസനമാണ് ഉണ്ടാകേണ്ടത്. ഇത് കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. പമ്പയിലെ സംഗമത്തിൽ ആളൊഴിഞ്ഞ കസേരകൾ വലിയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു. ദേവസ്വം ബോർഡ് ജീവനക്കാരെ മാത്രം കൊണ്ടുവന്നാണ് സംഗമം നടത്തിയത് എന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇതിന് തൊട്ടു പിന്നാലെയാണ് വിശ്വാസികളെ അണിനിരത്തി ബദൽ സംഗമം. പന്തളം കൊട്ടാരം, യോഗക്ഷേമ സഭ, ഐക്യ മലയരയ മഹാസഭ എന്നീ പ്രമുഖ സംഘടനകൾ തന്നെ പമ്പയിലെ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. വീടുകളിൽ ദീപം തെളിയിച്ചുകൊണ്ടാണ് ഇന്നലെ മലയരയ സഭ പ്രതിഷേധിച്ചത്. ശബരിമല പ്രക്ഷോഭത്തിൽ നാമജപ ഘോഷയാത്രയിലൂടെ ശ്രദ്ധ നേടിയ പന്തളം നാളത്തെ സംഗമത്തിലൂടെ സർക്കാരിന് വെല്ലുവിളി ഉയർത്തുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, പന്തളം. പാലിയേക്കരയിലെ ടോൾ വിവാദം തീരുന്നില്ല. ഇന്നു മുതൽ ടോൾ പിരിവ് പുനരാരംഭിച്ചേക്കും. ഇതിൽ കോടതി വിധി നിർണായകമാണ്. ഗതാഗത പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി.
കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തന്നെ സംസാരിച്ച മലയാള സിനിമാ ലോകത്തിന് അഭിമാനമായി മാറുകയായിരുന്നു ലാലേട്ടൻ. 47 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കഴിഞ്ഞ ദിവസം ലഭിച്ചപ്പോൾ മലയാളികളുടെ യശസ് അഭിമാനമൊക്കെ വാനോളം ഉയർത്തിയ ലാലേട്ടന് മറ്റൊരു അവാർഡ് കൂടി എന്നുള്ളതാണ്. മമ്മൂക്ക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കിരീടം നിങ്ങൾക്ക് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്ക കഴിഞ്ഞ ദിവസം ഒരു FB കുറിപ്പും കൂടി ഇട്ടിരുന്നു. അത് വളരെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും കൂടിയായിരുന്നു. എന്തായാലും ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് ലഭിച്ചു. അടൂരിന് ശേഷം 21 വർഷങ്ങൾക്ക് അപ്പുറമാണ് പുരസ്കാരം ഒരു മലയാളിയുടെ കൈകളിലേക്ക് എത്തുന്നത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം വിതരണം ചെയ്യുന്ന ചൊവ്വാഴ്ച മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും. നടന വിസ്മയം മോഹൻലാലിലൂടെ മലയാളത്തിന് വീണ്ടും അഭിമാന നേട്ടം. 47 വർഷത്തെ സിനിമാ ജീവിതം. നടനായും നിർമ്മാതാവായും സംവിധായകനായും ഗായകനായും പകർനാട്ടങ്ങൾ നടത്തിയ ലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലാലേട്ടനെ തേടിയെത്തുമ്പോൾ വിസ്മയങ്ങളുടെ തമ്പുരാന്റെ ശോഭ ഇരട്ടി വെളിച്ചത്തിൽ തിളങ്ങുന്നു. പത്മശ്രീ, പത്മഭൂഷൺ, ലഫ്റ്റനന്റ് കേണൽ അവാർഡുകൾ എത്ര വാരിക്കൂട്ടിയാലും അമിതമായ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ ഇന്നും ആനന്ദം കണ്ടെത്താൻ ലാലിന് കഴിഞ്ഞിട്ടില്ല. മലയാള സിനിമയുടെ മാർഗദീപമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഈ കിരീടം ഏറ്റവും ചേരുന്നത് നിനക്കാണ് ലാലെ എന്നായിരുന്നു മമ്മൂട്ടിയുടെ ആശംസ. ഈ അവാർഡ് താൻ മലയാളത്തിന് സമ്മാനിക്കുന്നുവെന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. ഈ അവാർഡ് ലാലേട്ടന് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള ആരാധകരുടെ കമൻറ്റിന് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്നാണ് ലാലിന് പറയാനുള്ളത്. എന്തായാലും ആ സമയം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കൈകളിൽ ചൊവ്വാഴ്ച പുരസ്കാരം ഏറ്റുവാങ്ങുന്നതോടെ തെളിയും. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ നടൻ മോഹൻലാലിന് അഭിനന്ദന പ്രവാഹമാണ്. ചെന്നൈയിൽ നിന്ന് രാവിലെ മോഹൻലാൽ കൊച്ചിയിലേക്ക് എത്തി. പുരസ്കാര നേട്ടത്തിൽ വലിയ സന്തോഷമെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. ദൈവത്തിനും രാജ്യത്തിനും പ്രേക്ഷകർക്കും നന്ദി. അംഗീകാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായും മോഹൻലാൽ പറഞ്ഞു. അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനി ഉണ്ടാകട്ടെ. ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആകട്ടെ. ഓക്കെ, ഉണ്ടേ പിന്നെ ഞാൻ അങ്ങ് പോകട്ടെ, പിന്നെ 10:30 മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. ചൊവ്വാഴ്ച ഡൽഹിയിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം അവാർഡ് ലഭിക്കുന്ന മലയാളി കൂടിയാണ് മോഹൻലാൽ. അങ്ങനെ ലാലേട്ടൻ 10:30 മാധ്യമങ്ങളെ കാണും, സന്തോഷം പ്രകടിപ്പിക്കും എന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ റെക്കോർഡ് തീർക്കുകയാണ് ലോക. നിലവിൽ ഇതുവരെ ഒരു മലയാള സിനിമയും നേടാൻ സാധിക്കാത്ത തുകയാണ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ ലോക സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എമ്പുരാൻ്റെ റെക്കോർഡ് കൂടി തകർത്തുകൊണ്ടാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക എന്ന ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 23 ദിവസത്തിനുള്ളിലാണെന്ന് തോന്നുന്നു ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്തായാലും ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഡൊമിനിക് അരുൺ എന്ന സംവിധായകനും ചന്തു സലീം കുമാറും നമ്മോടൊപ്പം ലൈവിൽ ചേരും. ലോകയുടെ വിശേഷങ്ങൾ, ഈ പുതിയ റെക്കോർഡിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ.
നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും തിരികെ രാവിലെയിലേക്ക് സ്വാഗതം. ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം മലയാള സിനിമയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോക എന്ന ചിത്രം, അതായത് ഓണത്തിന് റിലീസായ ആ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അർദ്ധരാത്രിയൊക്കെ വരുന്ന ഷോയ്ക്കൊക്കെ ഇപ്പോഴും ആളുകൾ കുട്ടികളോടൊപ്പം ഇരുന്ന് കാണുന്നു എന്നുള്ളതൊക്കെ എനിക്ക് സത്യം പറയാൻ വളരെ അത്ഭുതം തോന്നി. എന്തായാലും അതെല്ലാം കൂടി കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസമാണ് ലോക ഇൻഡസ്ട്രി ഹിറ്റായിട്ട്, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി ലോക മാറുന്നത് എന്നുള്ളതാണ്. വേഫെയർ പ്രൊഡക്ഷൻസ് ആണ്, ദുൽഖറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും 2017 തരംഗം എന്ന സിനിമ സംവിധാനം ചെയ്ത ഡൊമിനിക് അരുൺ ഒരു 8 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് വന്ന് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഡൊമിനിക് തന്നെ എന്നോടൊപ്പം ചേർന്നുണ്ട്. കൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ചന്തു കൂടി ഉണ്ടാവും, ചന്തു സലീം കുമാർ. നമുക്കിപ്പോൾ ചന്തു ആവട്ടെ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ വലിയ ഹിസ്റ്ററിക്ക് അതിനുശേഷം ലോകയിലും വന്ന് നിൽക്കുന്നു. രണ്ടുപേരും ചേരുകയാണ് രാവിലെ ന്യൂസ് 18നോടൊപ്പം നമുക്ക് ആഘോഷം പങ്കുവയ്ക്കാം. എന്തായാലും നമസ്കാരം ഡൊമിനിക്, നമസ്കാരം ചന്തു, ന്യൂസ് 18ലേക്ക് സ്വാഗതം. നിങ്ങളൊരു വലിയ കഴിഞ്ഞ കുറച്ച് ഒരു 24 ദിവസമായിട്ട് നിങ്ങളൊരു വലിയ ഒരു ഓറയിലാണ്, ലോകത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യം ഡൊമിനിക്കിലേക്ക് തന്നെ പോകുന്നു. ഡൊമിനിക്ക് ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം 2017 തരംഗം വരുന്നു. തരംഗം പക്ഷേ തിയേറ്ററുകളിൽ എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ വിജയമായി മാറിയിരുന്നു. പക്ഷേ ഒരു 8 വർഷം ഈ കൂലി സിനിമയിൽ പറയൂലേ 30 വർഷം ഓഫ്ലൈൻ ആയിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു 8 വർഷം ഡൊമിനിക്കിനെ പിന്നെ കണ്ടില്ല. പിന്നെ ഒരു 8 വർഷം കഴിഞ്ഞ് വന്നത് ഈ ഒരു ഇൻഡസ്ട്രി തന്നെ മാറ്റിമറിക്കുന്ന തലത്തിലാണ്. ഡൊമിനിക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നതെന്ന് ചോദിക്കുന്നത്. പക്ഷേ ആദ്യം അതിലേക്ക് തന്നെ തുടങ്ങാം. എന്താ തോന്നുന്നത്? അത് ഒരു സുഖമുണ്ട്. കാരണം ഒരു അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പം സിനിമ പക്ഷെ ഇങ്ങനെ ഒരു റിസപ്ഷനോ ഇങ്ങനെ ഇൻഡസ്ട്രി മാറ്റിമറിക്കുന്നത് അങ്ങനെയൊന്നും അത്രയും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട്, സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ബാക്കി നമ്മുടെ കയ്യിലല്ലായിരുന്നു. അത് പിന്നെ അത് എന്തോ ഒരു മാജിക് സംഭവിച്ചതാണ്. അല്ലേ, ഇപ്പോഴും വലിയ മോഡസ്റ്റ് ആയിട്ടാണ് മനുഷ്യൻ. നിങ്ങൾ ഇൻഡസ്ട്രിയാണ് തൂക്കിയതെന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായത് മൊത്തം സിനിമ ഇൻഡസ്ട്രി. നമ്മൾ ഹിറ്റെന്ന് പോലും അല്ല, നമ്മൾ ഈ മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു വലിയ റെക്കോർഡ് തീർക്കുക. പ്രത്യേകിച്ച് ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെയാണ് ഓരോ സിനിമയും സംസാരിക്കുന്നത്. ഓണത്തിന് തന്നെ എൻ്റെ ഓർമ്മയിൽ 4 സിനിമകൾ റിലീസായി. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നത് ലോകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം തോന്നിയത് നിങ്ങൾ ഇതുവരെ ഒരു OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എത്രമാത്രം ഒരു ഗുണം തിയേറ്ററുകളിൽ നിന്ന് ചെയ്യുന്നുണ്ട്? അല്ല, അത് അത്യാവശ്യം തിയേറ്ററിൽ നല്ല റെസ്പോൺസ്, നല്ല ക്രൗഡ് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പ്രൊഡക്ഷനിൽ നിന്ന് തീരുമാനിച്ചിരുന്നു നമ്മൾ ഉടനെ ഒന്ന് OTT റിലീസ്, OTT അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഒന്നും നടത്തണ്ട, നമുക്ക് എങ്ങനെ മാക്സിമം തിയേറ്ററിൽ വരട്ടെ എന്നുള്ളൊരു ഡിസിഷൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ന്യൂസുകളൊന്നും ഇതുവരെ വരാത്തത്. ഇതുവരെ OTT റിലീസ് ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ചന്തുവിലേക്ക് വരാം. ചന്തു, മഞ്ഞുമൽ ബോയ്സിലൂടെ ചന്തു പോയി രജനീകാന്തിനെ കണ്ടു, കമൽഹാസനെ കണ്ടു. നമ്മുടെ മലയാള സിനിമയിലെ ഒരു തലത്തിലേക്ക് മാറിയ ഒരു സിനിമയും കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. വീണ്ടും ലോകയിലേക്ക് വരുമ്പോഴേക്കും ലോക വീണ്ടും ഒരു പാൻ ഇന്ത്യൻ റേസിലേക്ക് പോകുന്നു. നാഗശ്വിനൊക്കെ സംസാരിക്കുന്നു, ആലിയ ഭട്ട് സംസാരിക്കുന്നു. ചന്തു വീണ്ടും ഈ സംസ്ഥാനം കടന്ന് വീണ്ടും പോവാണ്. അതുകൊണ്ട് ചന്തുവിന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലേ? അല്ല, ഇതൊരു പുതിയ എക്സ്പീരിയൻസേ അല്ല. അല്ല, പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ പോയിട്ടേ അവിടെ പോയി തകർക്കുന്നത് കണ്ടു. അവിടെ ഓഡിയൻസിൻ്റെ ഇടയിൽ സംസാരിക്കുക, അവിടുത്തെ സ്റ്റേജ് തന്നെ കയ്യിലെടുക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് കൂടിയാണ് എടുത്ത് ചോദിക്കുന്നത്. ഇല്ല, അത് എവിടെ പോയാലും സംസാരിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് സംസാരിച്ചു പോകുന്ന അവസ്ഥകൾ കൊണ്ട് സംസാരിക്കുന്നതാണ്. ഭാഗ്യ നടനായിട്ട് തോന്നുന്നുണ്ടോ ചന്തു? ഭാഗ്യ നടനായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഒരു പടം 200 കോടിക്ക് മുകളിൽ പോകും എന്നുള്ളൊരു ഭാഗ്യം. അതിപ്പോ ഞാൻ പറഞ്ഞില്ല, അടുത്ത പടം പൊട്ടുമ്പോ എന്റെ കളിയാക്കാനല്ലേ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. രാവിലെ
നമ്മളൊരു നല്ല രാവിലെ ആയിട്ട് നമ്മൾ അങ്ങനെയൊന്നും പറയാതിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഡൊമിനിക്, നമ്മൾ ഈ പടത്തിലേക്ക് വരുമ്പോഴേ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ, സൗത്ത് ഇന്ത്യൻ അല്ല ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ ഇപ്പോൾ മലയാളത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടന് കിട്ടിയത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം എന്നുള്ളത്. എനിക്ക് അതിൽ രണ്ടുപേരുടെയും അഭിപ്രായം വേണമെന്നുള്ളതുണ്ട്. കാരണം ആ കഴിഞ്ഞ ദിവസം എന്നുള്ളത് മലയാളത്തിൽ തന്നെ ഒരു നടൻ ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു പുരസ്കാരം കൂടിയാണ്. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് ഒരു ലാലേട്ടൻ സിനിമയുടെ റെക്കോർഡും കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടി ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങളുടെ റെസ്പോൺസ്? എനിക്ക് പേഴ്സണലി എന്താണ് ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ മൈൽ സ്റ്റോണുകൾ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് അതിന്റെ ഒരു എക്കണോമിക്സ് ഇതുവരെ കാര്യമായിട്ട് മനസ്സിലായിട്ടുമില്ല. ഞാൻ പറയാം, ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനടുത്ത് ചോദിച്ചോളൂ, എടാ എന്താണ് ഇൻഡസ്ട്രി ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ നമ്മളെ വ്യത്യാസം എന്താണെന്ന് ഞാൻ ഇന്നലെ ചോദിച്ചോളൂ. ഞാൻ അതിൽ അത്ര ബോധേഡല്ല, ഞാൻ ഓണസ്റ്റ്ലി പറയാൻ അത്ര ബോധേഡല്ല. കാരണം ഈ ഒരു ഇനീഷ്യൽ നമ്മൾ പടം ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കോസ്റ്റ് റിക്കവർ ആയെന്നുള്ളൊരു ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. കാരണം നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസർ പൈസ സ്പെൻഡ് ചെയ്ത് പ്രൊഡ്യൂസർക്ക് എങ്ങനെ വന്നാലും ഒരു സേഫ് ആയിരിക്കണം എന്നുള്ളൊരു ഇതാണല്ലോ നമുക്ക് ഇനീഷ്യലി ഉണ്ടാവുക. അത് തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയി. പിന്നെ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഓഡിയൻസിന്റെ റെസ്പോൺസും അവരുടെ ഫീഡ്ബാക്കും, സിനിമ റിപ്പീറ്റ് കാണുന്ന ആൾക്കാർ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത്, അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് സാധനത്തിൽ ഞാൻ അത്ര ബോധേഡല്ല. അതുകൊണ്ട് തന്നെ ഏത് സിനിമയെ തോപ്പിക്കുന്നു അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഇതില് ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ലാലേട്ടൻ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി മോസ്റ്റ് ഡിസേർവിംഗ് പേഴ്സൺ ആണ്. നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള ഏറ്റവും മലയാളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ സ്റ്റാർസിൽ ഒരാളാണ്. അപ്പം ഡെഫിനറ്റ്ലി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. വളരെ ലേറ്റ് ആയി പോയെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് തന്നെയാണ് പല ഫാൻസും പറയുന്നത്, വളരെ ലേറ്റ് ആയി പോയി എന്നുള്ളത്. ചന്തുവിന് അഭിപ്രായം ഉണ്ടോ? ചന്തു, ലാലേട്ടന് ഫാൽക്കെ അവാർഡ് കിട്ടാൻ ലേറ്റായി, വൈകി എന്നുള്ളത്? ഇല്ല, കറക്റ്റ് സമയത്തായിട്ട്. കറക്റ്റ് ഇന്നലത്തെ ദിവസം, ഇന്നലെ വൈകുന്നേരം തന്നെ കിട്ടേണ്ടതായിരുന്നു. അതെ, ഇന്നലെ ആയിരുന്നു കിട്ടേണ്ടത്. അല്ല, എനിക്ക് തോന്നുന്നത് ചന്തു അധികം സംസാരിക്കില്ലെന്ന് തോന്നുന്നു, രാവിലെ ആയതുകൊണ്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു പല അഭിമുഖങ്ങളിലും ഡോമിനേറ്റ് ചെയ്യുന്നത് നിൽക്കുന്നത് ചന്തുവാണ്. ഞാൻ കുറച്ചുകൂടെ ചന്തു സംസാരിക്കുന്നത്. അതെ, രാവിലെ ആയതുകൊണ്ടാണ്. എന്തായാലും ചന്തു ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഥാപാത്രം എനിക്ക് തോന്നുന്നു ആദ്യം ഇതിന്റെ ഒരു തിരക്കഥയിലെ പ്ലാനിൽ ചന്തു ഉണ്ടായിരുന്നില്ല. പിന്നീട് ചന്തു വന്നതാണ്, എൻ്റെ കഥാപാത്രങ്ങളൊക്കെ മറിഞ്ഞതാണ്. ചന്തുവിൻ്റെ ഒരു സംസാരിക്കപ്പെടുന്നത് ഹ്യൂമറാണ്. പ്രത്യേകിച്ച് സംഭാഷണങ്ങൾ തിയേറ്ററുകളിൽ വർക്കാവുന്നു, ചന്തുവിൻ്റെ എക്സ്പ്രഷൻസ് തിയേറ്ററുകളിൽ വർക്കാവുന്നു, പലയിടത്തും ആ ഒരു പോർഷൻ വർക്കാവുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെ ഒരു കോമഡി ലെഗസി ചന്തുവിനും ഒരു പിന്തുടരാൻ സാധിക്കുന്നു എന്നുള്ള കമൻസുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ സലീം കുമാർ എന്ന ഫാക്ടർ ഞാൻ മാറ്റി നിർത്തുകയാണ്. ഞാനൊരു വ്യക്തി, ഒരു ആക്ടർ എന്ന രീതിയിൽ ഈ കോമൻസ് എത്രമാത്രം നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്തു ഇപ്പോൾ ഇതിനു മുമ്പ് വേറൊരു സിനിമയിൽ വില്ലനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഹ്യൂമർ റോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു വേഴ്സ്റ്റാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് കൂടിയാണോ, അതോ ഹ്യൂമറിലേക്ക് മാത്രം കൈകടത്താമെന്നുള്ളതാണോ? അങ്ങനെ വരുന്ന റോളുകൾ ചെയ്യാന്നുള്ളതല്ല. ഞാനത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ പടത്തില് വില്ലൻ, അതുകൊണ്ട് ഈ പടത്തില് ഹ്യൂമർ ചെയ്യാം അങ്ങനെ ഒന്നല്ല. വരുന്ന റോളുകൾ എന്താണോ അത് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. വന്ന് പെടുന്നതാണ്, നമ്മളത് ചെയ്യുന്നേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ഞാൻ സെലക്ട് ചെയ്യുന്നൊന്നുമല്ല. ഡൊമിനിക്, എത്ര നിർമ്മാതാക്കളുടെ ഫോൺ കോൾ വന്നു നമുക്ക് അടുത്ത പടം ഒരുമിച്ച് ചെയ്യാം എന്നുള്ള കോളുകൾ എത്ര എണ്ണം എത്തിയിട്ടുണ്ടാവും? കുറച്ച് അങ്ങനെ അടുത്ത പടം എന്നല്ല, എന്നെ മോസ്റ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യാനും അങ്ങനെ റിഗാർഡ്സ് ഒക്കെ തരാൻ വേണ്ടിയാണ് കുറെ കോളുകൾ വന്നിട്ടുള്ളത്. അങ്ങനെ വലിയ കോളുകളൊന്നും വേറെ വന്നിട്ടില്ല. ഓക്കെ ചന്തു, ഈ മലയാള സിനിമ ഇപ്പോൾ പണ്ട് നമ്മൾ ദിവസങ്ങളുടെ കണക്കുകളൊക്കെ വെച്ചാണ് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് സംസാരിക്കുന്നത് ബോക്സ് ഓഫീസ് നമ്പറുകളാണല്ലോ. അതായത് ഇത്ര കോടി കളക്ട് ചെയ്യണം, ഇത്ര ക്ലബ്ബ് 150 കോടി 200 കോടി. അപ്പം ചന്തു ആണെങ്കിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഏറ്റവും അധികം തരംഗം ഉണ്ടാക്കിയ സിനിമ, ഇത്തവണ ലോകയും അതുപോലെ സംസാരിക്കുന്നു. ഈ ബോക്സ് ഓഫീസ് നമ്പറുകളിൽ സിനിമ സംസാരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് നല്ലതാണോ? നമ്മൾ ഇൻഡസ്ട്രിയെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണോ? ഇൻഡസ്ട്രി ഗുണം ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൊക്കെ കൂടുതൽ പ്രൊഡ്യൂസർക്കായിരിക്കും ഗുണം ചെയ്യുന്നത്. ഇൻഡസ്ട്രി നല്ല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പൊ ഒരു വൈഡ് റീച്ച് ആയിരിക്കും കൂടുതൽ ഇൻഡസ്ട്രി ഗുണം ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര വലിയ നമ്പേഴ്സ് അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി നൈറ്റ്സ് ഭയങ്കര വലിയ നമ്പേഴ്സ് കളക്ട് ചെയ്ത പടമല്ല, പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ സെയിം റീച്ച് തന്നെ
ലഭിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും റീച്ചായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഉം. കാരണം ഇനിയും ചിത്രങ്ങള് അവിടെ സ്വീകരിക്കപ്പെടുകയും അങ്ങനെ ആ ഒരു റീച്ച് ആയിരിക്കുള്ളൂ. ഇപ്പൊ നമ്മളെ ലോകയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു റീച്ച് ഓഡിയൻസിനിടയിൽ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഈ നമ്പേഴ്സ് അല്ലാതെ ഉം. ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഉം. ഇതെല്ലാരും കാണണം. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാര്യമുള്ളൂ. അല്ലാതെ ഒരുപാട് കളക്ഷൻ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മനസ്സിലായി. ഇപ്പം ഡൊമിനിക്, ഇപ്പോൾ ഈ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഇറങ്ങി കഴിഞ്ഞിട്ടേ അപ്പം പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നിയൊരു വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ OTT പോലും ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ഇതൊരു വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടൊരു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് ഞാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത് കേട്ടോ, സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ OTT ഡീൽ അങ്ങ് ഫിക്സ് ചെയ്യുക. കാരണം എങ്ങാനും തിയേറ്ററിൽ ഇത് വർക്കായില്ലെങ്കിൽ ഒന്ന് സേഫാക്കി ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ അതും കടന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിൽ വളരെയധികം വിശ്വസിച്ച് തിയേറ്ററുകളിലേക്ക് ഇറക്കി അതിനുള്ള സമ്മാനം പ്രേക്ഷകർ തരികയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഇരുന്ന് കൃത്യമായിട്ട് ഡൈസെക്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും, കാരണം സിനിമ വിജയിച്ച് കഴിഞ്ഞു. സിനിമ വിജയിക്കുന്നതിന് തിയേറ്ററിന് വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയാണ് എനിക്കറിയേണ്ടത്. കാരണം അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ചിലപ്പോൾ ഇത് വർക്കാവോ ഇല്ലയോ എന്നുള്ള സംശയം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നല്ല പ്രോഡക്റ്റ് ചെയ്തെന്ന് വിശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയായിരിക്കും ഇത് വന്ന് തീരുക എന്നുള്ളൊരു, അല്ലെങ്കിൽ എവിടെയാണ് ലാൻഡ് ചെയ്യുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതിന് നിങ്ങൾ പ്രേരിപ്പിച്ച ധൈര്യം എന്താണ്? അത് എന്റെ മാത്രം ധൈര്യമല്ല, അത് പ്രൊഡ്യൂസറുടെ ധൈര്യമാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇപ്പം പിന്നെ ഇതൊരു മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഉള്ള ഒരു ഫ്രാഞ്ചൈസ് പോലത്തെ ഇതായതുകൊണ്ട് എടുത്തു ചാടി ഒരു OTT ഡീലിലേക്ക് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഡക്ഷൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. അപ്പൊ അവര് പയ്യെ ആലോചിച്ച് തീരുമാനിച്ച് നോക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം പടം എന്തായാലും ഇപ്പൊ എനിക്ക് തലേദിവസം എന്റെ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞ അത് പുള്ളി എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര രൂപ വരെ ലോസ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻ വേണ്ട, നമുക്ക് നല്ലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇറക്കാം, ബാക്കി നമുക്ക് നോക്കാം എന്നുള്ളതാണ് എനിക്ക് തലേദിവസം പ്രൊഡ്യൂസർ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ ഒരു ഫീലിംഗിലാണ് എന്റെ ഒരു സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞത് ഈ റിലീസിന്റെ തലേദിവസം. അപ്പൊ അത് ക്രെഡിറ്റ് മൊത്തം ഞാൻ പ്രൊഡക്ഷന് കൊടുക്കും, അത് ഹാൻഡിൽ ചെയ്ത് തന്നെ. അത് മുഴുവൻ ക്രെഡിറ്റ് ദുൽഖറിന് കൊടുക്കുകയാണ്. കാരണം ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ബഡ്ജറ്റ് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ഞാൻ കേൾവി മാത്രമാണ് 30 കോടി എന്നുള്ളത്. ഞാൻ നിങ്ങൾ ഒഫീഷ്യലി കൺഫേം ചെയ്യാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു റേഞ്ച് ബഡ്ജറ്റിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ഈ കഥയെ വിശ്വസിച്ചുകൊണ്ട് ദുൽഖർ മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെ പല ക്രെഡിറ്റും ദുൽഖറിലേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ഹാപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് ഇല്ലെങ്കിൽ ഞാനിത് നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ മൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പല പ്രൊഡക്ഷൻ എടുത്ത് പോയിട്ടുണ്ട്. ആരും നമ്മളങ്ങനെ റിജക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്കൊരു 50-50യിലാണ്. ഇത് കൊള്ളാം, പക്ഷെ എന്നാലും ഇതൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു ഫീമെയിൽ സ്റ്റാർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിനെ ഈ ബഡ്ജറ്റിൽ എങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു ബാക്കി പ്രൊഡക്ഷൻ. DQന് എഴുതി ചെല്ലുമ്പോഴത്തേക്കും DQന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എന്താണ് നമ്മുടെ വിഷൻ എന്നുള്ളത് നമ്മൾ DQ ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഏകദേശം അതേ വിഷൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിഷൻ DQനും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DQവും വൈഫെയറും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ലോക സംഭവിക്കില്ലായിരുന്നായിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ക്രെഡിറ്റ് വന്നാലും അത് കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യാമെന്നാണ് ഞാൻ പറയുക. ചന്തു, ഞാനൊരു ഒരിടത്ത് ചന്തു പറയുന്ന കേട്ടാണ്, ഉറങ്ങാതെ കേട്ട കഥയാണ് ലോക എന്നുള്ളത് പറഞ്ഞു. അത് ഈ ഉറങ്ങാതെ കേട്ട ഒരു കഥ എന്താണ് സംഭവം? ഇല്ല, അത് ഉറങ്ങാതെ ഇരുന്ന് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വന്ന് ഞാൻ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്നെ വിളിച്ചിട്ട് കഥ കേൾക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോയി കേട്ട കഥ. അതാ പറഞ്ഞത്, ഉറങ്ങാതെ കേട്ട കഥയാണ്. പിന്നെ ഇപ്പോൾ ചന്തുവിനായിക്കോട്ടെ, ഇപ്പം ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ വന്ന ചന്തുവാണ് ട്രെൻഡിങ്. ഇപ്പോൾ ഞാൻ പറയുന്നത് സിനിമ റീൽസ് അല്ല, അതായത് ഓഫ് സ്ക്രീൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പം മറ്റേ ഉദയനാണ് താരത്തിൻ്റെ ക്ലൈമാക്സ് സീൻ റീക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് വിദ്യകൾ ചന്തു എപ്പോഴും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഇടാറുണ്ട്. ഇതൊക്കെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ എന്നുള്ള പല കമൻസ് വരുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, കൈ കിട്ടുമ്പോൾ അതിൽ ചോദിക്കാൻ പറ്റും. ബോധപൂർവമാണ്, എല്ലാരും ചെയ്യുന്നെല്ലാം ബോധപൂർവമാണ്. കാരണം അത് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവുമ്പോ ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയുന്നതാണോ അത് നമ്മൾ സ്വയമേ അങ്ങ് ചെയ്യുന്നതാണ്? പ്രൊഡക്ഷൻ സൈഡിൽ നിന്നല്ല, നമ്മളും ബഡ്ഡിങ് ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പ്രൊഡക്ഷനെ സഹായിക്കണല്ലോ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അല്ല, പക്ഷേ എന്നാലും ഒരു കൗതുകം കൊണ്ട് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്, ഈ സലീം കുമാറിന്റെ മകൻ എന്ന ടാഗ് ലൈൻ നമ്മളെ സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് ഗുണം ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും.
ഉണ്ട്. പിന്നെ സാധാരണ നേരെ തിരിച്ചാണ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കഠിനാധ്വാനം, നമ്മുടെ പരിശ്രമം എന്നുള്ളതും കൊണ്ട് നമുക്ക് സിനിമകൾ കിട്ടുള്ളൂ. അങ്ങനെ അത്ര കഠിനാധ്വാനം ചെയ്യണ ആളല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടോ ഞാൻ ആ ഉത്തരം ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അങ്ങനെ ഒരു ലേബല് ചിലപ്പോൾ ബാധ്യതാവുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അതും ബ്രേക്ക് ചെയ്തു. അത് കുഴപ്പമൊന്നുമില്ല. ഡൊമിനിക്, പക്ഷേ നമുക്കിനി കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പടം എല്ലാവരും ചോദിക്കുന്നത് ചാപ്റ്റർ 2 ടൊവിനോ ലീഡ് ചെയ്യും എന്നുള്ളത് ദുൽഖർ തന്നെ ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞതുകൊണ്ട്, പിന്നെ അതൊരു സർപ്രൈസ് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് തുറന്നു പറയുന്നത്. അപ്പോൾ ദുൽഖർ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നു, ചാത്തന്മാർ വരുമെന്ന് പറഞ്ഞ് പടം അവസാനിക്കുന്നിടത്ത് ഒരു ഹൈ മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ. അപ്പോൾ പലരും പറഞ്ഞു വെച്ചേക്കുന്നത് ഇപ്പോഴും എനിക്ക് എന്താണെന്നുള്ളത് കുറച്ച് അഭിമുഖങ്ങൾ കേട്ട് കുറച്ച് വ്യക്തതയുണ്ട്. പക്ഷെ എന്നാൽ പോലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നു. പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ 2ാം ചാപ്റ്റർ 3ാം ചാപ്റ്ററൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്, അതൊക്കെ ഇനി ഒന്ന് പുറത്ത് പതിയെ ഇറക്കി വിട്ടാൽ മതി എന്നുള്ളൊരു പല ധാരണകളുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഈ ചോദിക്കുകയാണ്, എന്താണ് നിലവിലത്തെ ചാപ്റ്റർ 2ൻ്റെ അവസ്ഥ? സ്ക്രിപ്റ്റിംഗ് എങ്ങനെ പോകുന്നു? എങ്ങനെയാണ് കാര്യങ്ങൾ? ചാപ്റ്റർ 2ന്റെ കഥ മാത്രമേ ആയിട്ടുള്ളൂ. സ്ക്രിപ്റ്റിംഗ് സ്ക്രീൻ പ്ലേയുടെ എഴുത്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഒന്നും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഇതുവരെ. അല്ല, ഇത് കാണാറുണ്ടോ നിങ്ങൾ? ഞാൻ ചുമ്മാ അടിച്ചു വിടുന്നതല്ല കേട്ടോ. ചാപ്റ്റർ 2 ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടെന്നാണ് പല കമന്റ്സും വരുന്നത്. ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ചോദിച്ചേ ഉള്ളൂ. ഷൂട്ടിന്റെ കാര്യങ്ങളൊന്നും ഡിസൈഡ് ചെയ്തില്ല. അത് ആ സ്ക്രീൻ പ്ലേ എഴുത്തൊന്ന് വ്യക്തമായിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അങ്ങനത്തെ തീരുമാനങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അപ്പം എഴുത്തിന്റെ പരിപാടികൾ ഇപ്പൊ ഈ അടുത്ത മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു അപ്ഡേറ്റ്. അല്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തോരം പ്രഷറായിരിക്കും അല്ലേ? കാരണം ഞാൻ വെറുതെ ഒന്ന് ആലോചിക്കുമ്പോഴേ, ഇപ്പം ഞാൻ ഡൊമിനിക്കിൻ്റെ ഷൂസിൽ നിന്ന് ആലോചിക്കുകയാണ്. ഇപ്പം ഞാനൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുന്നു, എന്നിൽ മേൽ എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്നു എന്നുള്ളൊരു സംഭവം. അത് റിയാലിറ്റിയാണ്, അതിന് ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇത് എത്രമാത്രം വലിയ ബാധ്യതയാണ്. ഇപ്പോൾ ലോക ചാപ്റ്റർ 1 റിലീസ് വരുന്നത് പോലെ അല്ലല്ലോ ചാപ്റ്റർ 2. ചാപ്റ്റർ 1 വരുമ്പോൾ പലർക്കും യാതൊരു പ്രതീക്ഷയില്ല. ഓണത്തിന് വരുന്നൊരു സിനിമ, അത്രയും മാത്രമേ പലരും കണ്ടിട്ട് പോലും ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചാപ്റ്റർ 2 വരുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രതീക്ഷകൾ വാനോളം കഴിഞ്ഞ് മേളിലോട്ട് പോകും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതോ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും വേണ്ട, ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ കൺസീവ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണോ ലൈൻ? ഇതൊരു വളരെ നാരോ ലൈനാണല്ലോ. ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക എന്നാൽ നമ്മുടെ കഥ, നമ്മുടെ ലോകവും ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അങ്ങനെ ഒത്തിരി ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കൊരു എനർജി ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം അടുത്തതിന്റെ എഴുത്തിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സിനിമ ചാപ്റ്റർ 1 ഇറങ്ങിയതിനു ശേഷമുള്ള കുറെ ഡിസ്കഷൻസും കുറെ ഫാൻ തിയറിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. കാരണം നമ്മള് ഇത് കിട്ടുമോ, വർക്ക് ആകുമോ എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഭയങ്കര ആൾക്കാർ ഒരുപാട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഓക്കെ, നമ്മുടെ ഓഡിയൻസ് നമ്മളെക്കാൾ ഒരുപാട് സ്മാർട്ടറാണ് എന്നുള്ളൊരു ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളത് അവരെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവര് നമ്മളെക്കാളും സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇനിയും കുറച്ച് നല്ല എഴുത്തിനൊക്കെ എനിക്ക് കുറച്ചും കൂടെ അത് ഒരു എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള ഒരു പോക്കിൽ. അപ്പം ഞാൻ അങ്ങനെ എന്താണ് ഇനി ചെയ്ത് ഇവരെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോവാതെ ഈ വേൾഡിനകത്ത് നിന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇപ്പം. അപ്പൊ ബേസിക്കലി ഞാനപ്പോ പയ്യെ പോയി നോക്കാം എന്ന് വിചാരിച്ചതാണ്. അല്ല ഡൊമിനിക്, ചന്തുവിനെ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ കേട്ടത് വേറൊരു രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നീട്. അല്ല, ചന്തു ചേട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്, ആദ്യം വിചാരിച്ചൊരു കാസ്റ്റിംഗ് ആയിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ പുതിയ കാസ്റ്റിംഗിലേക്ക് എത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഡേറ്റ് ക്ലാഷസ്, ആർട്ടിസ്റ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ അതോ? വേറൊരു ആക്ടർ ആയിരുന്നു ആദ്യം ചന്തുവിന് പകരം. പിന്നീട് അതിൽ ഡേറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് തുടങ്ങാൻ ഏകദേശം ഒരാഴ്ച മുന്നെയാണ് ഞാൻ ചന്തുവിനെ വിളിക്കുന്നതും ചന്തുവിന്റെ ഒരു കഥ പറയുന്നതും. അല്ല, വേറെ അതിനകത്ത് വലിയ ഇതൊന്നുമില്ല. ഡേറ്റ്സ് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോഴാണ് പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഓപ്ഷൻ ചന്തു ആയിരുന്നു. ചന്തുവിന്റെ അടുത്ത് വിളിച്ച് കഥ പറഞ്ഞു, ചന്തുവിന് കഥ ഇഷ്ടപ്പെട്ടു, ചന്തു അപ്പൊ തന്നെ കമ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് ചന്തു ഓൺ ബോർഡ് വരുന്നത്. ചന്തു, ഇപ്പൊ സിനിമാ ലോകം, ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയ മാറ്റങ്ങൾ
സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ ചോദ്യമായിട്ടൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഭാഗമാകുന്ന 2 സിനിമകൾ ഇതുപോലെ സംസാരിക്കപ്പെടുക, മറ്റ് സംസ്ഥാനങ്ങളിലും പോകാൻ സാധിക്കുക, അവിടെ പോയി രജനിയും കമലിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കുക, അവരെ പോലുള്ള ലെജൻഡറി ആക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുക. ഈ സിനിമ വഴി നമുക്ക് കിട്ടുന്ന പല ബോണസുകളുണ്ടല്ലോ, ഈ അഭിനയത്തെക്കാളുപരി ഇതുപോലുള്ള പല ബോണസുകളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം നാഗശ്വിൻ ഉൾപ്പെടെ അവരെ പോയി മീറ്റ് ചെയ്യാൻ സാധിക്കുക, പല ഇൻഡസ്ട്രികളിലും പോയി സംസാരിക്കാൻ സാധിക്കുക. ആരോടെങ്കിലും ചാൻസ് ഒക്കെ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ടോ മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ പോയിട്ട്? തുടങ്ങി എന്താണ് അവിടുന്ന് റെസ്പോൺസ്? ചെല്ലുന്നോടത്തൊക്കെ ചോദിക്കുന്നുണ്ട്, ചിലര് ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ചാൻസ്. നമ്മളെ പടത്തില് മലയാളത്തിൽ മാത്രം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്, തമിഴും തെലുങ്കും കന്നഡയൊക്കെ പോവാ ചെയ്യാന്നുള്ളത്. എല്ലായിടത്തും പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ, അത് ചാൻസ് ചോദിക്കുന്നുണ്ടോ? അത് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതോ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ളതാണോ? ഇല്ല, വിളിക്കുമ്പോ അതില് നമ്മള് പോയിട്ട് ഡെയിലി പോയി നാഗേഷിന്റെ വീടിന്റെ മുമ്പിൽ പോയി സാറെന്നെ കലിക്കിയിലെടുക്കണം സാർ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അവിടെ ചെല്ലുമ്പോ അവര് സംസാരിക്കുമ്പോ നമ്മള് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ കോളുകൾ വരുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, പോയി അവരെ മീറ്റ് ചെയ്യുന്നുണ്ട്, ചിലർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു. അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കായിരിക്കും, അറിയില്ല. സംഭവിക്കട്ടെ. ഇപ്പൊ തന്നെ ഒരു ഭാഗ്യ നടൻ എന്നുള്ള ഒരു തലക്കെട്ടുണ്ട് കേട്ടോ, ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, അങ്ങനെ ഒരു സാധനം ഉണ്ട്. പേടിക്കണ്ട, അടുത്ത പടം ഹിറ്റാവും. വെറുതെ ഇനി അടുത്ത പടം പൊട്ടുമെന്നൊന്നും പറയല്ലേ, അടുത്ത പടം പൊട്ടും നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ. അല്ല, അടുത്ത സിനിമ വലിയ എനിക്ക് ചെറിയ പടം ചെയ്യാൻ പറ്റുള്ളത്. അതും ഉണ്ടായിരുന്നു ഒരു കാര്യം, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഡൊമിനിക്, ഇപ്പം നമ്മളെ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിങ്ങളുടെ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് പുറത്തു വന്ന സമയത്ത് ഈ ലീക്കായി പോയ ചില പേരുകളുണ്ട്. നിങ്ങൾ വളരെ സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന ചില പേരുകൾ. അതായത് അത് എനിക്കിപ്പോൾ പറയാൻ പറ്റുമോ, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയാവോ? പെർമിഷൻ ചോദിച്ചോട്ടെ, പറയട്ടെ? പറയാമല്ലോ. ഇപ്പം സണ്ണി വേൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദുൽഖറിൻ്റെ ക്യാമിയോ ആയിക്കോട്ടെ, ടോവിനോ ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് ഒക്കെ വിട്ടതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താ പോലും ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, റിലീസിന് മുൻപ് ഈ പേരുകൾ ലീക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തിയേറ്ററിനുള്ളിൽ പ്രേക്ഷകരുടെ ഒരു വൗ ഫാക്ടർ കുറയ്ക്കാനൊരു കാരണമായോ? അങ്ങനെയെങ്കിൽ നിങ്ങളിത് പ്രതീക്ഷിച്ചതാണോ, ഇങ്ങനെ ഒരു കാസ്റ്റ് പുറത്ത് വിടും അല്ലെങ്കിൽ പുറത്ത് വരും അപ്രതീക്ഷിതമായിട്ടെന്നെങ്കിലും? അത് എത്ര നമ്മൾ ഹൈഡ് ചെയ്ത് നോക്കിയാലും എന്തായാലും റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്തായാലും പുറത്ത് വരുമല്ലോ. അപ്പൊ എനിക്കത് അങ്ങനെ ഒരു ഭയങ്കര പേടിയോ ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു. ഇത് എന്തായാലും പുറത്ത് വരും, അത് എങ്ങനെയൊക്കെ പോയാൽ ലീക്ക് ആവും എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇവര് എന്നുള്ളത് അറിയുമ്പോഴാണല്ലോ ഇതിനകത്തൊരു ഫൺ അല്ലെങ്കിൽ ഇതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഓഡിയൻസ്. അത് പുറത്ത് പോകാത്തോളം എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. ഇതിനു മുമ്പ് ഈവൻ വേറെ കല്യാണിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതും ചില ന്യൂസും ഇതൊക്കെ ലീക്ക് ആയിരുന്നു. ചില ഇപ്പം വേറെ ഏതോ ഒരു ഇതിലൂടെയൊക്കെ ലീക്ക് ആയിരുന്നു. പക്ഷെ എന്നാലും വാമ്പയർ ആണെന്ന് പറഞ്ഞാണ് അപ്പൊ ലീക്ക് ആയത്. പക്ഷെ അതും എനിക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ലായിരുന്നു, കാരണം എന്താണ് സംഭവം എന്ന് അറിയുമ്പോൾ ഓഡിയൻസിന് ഒരു ഓവ് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പം ലീക്കായതിൽ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആസിഫ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞു, ആസിഫ് അലി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, വിളിച്ചാൽ പോകുന്നുള്ളത്. അതുകൊണ്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് ഞാനും കൂടെ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും? പുള്ളി അങ്ങോട്ട് ചോദിച്ചാട്ടോ, കേട്ട് കാണുമല്ലോ ഉറപ്പായിട്ടും. മിറാഷിന്റെ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ പല ക്യാമിയോസും വരുമെന്നുള്ളത്. കാരണം ഇപ്പോൾ ചാപ്റ്റർ 1 തന്നെ നിങ്ങൾ നിരത്തി ഒരു ക്യാമിയോ, അതെന്തോ തിയേറ്റർ എന്താ ഹൈ ആയിരുന്നു അറിയട്ടോ എനിക്ക്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഈ പുറത്തുവിട്ട ക്യാമിയോസ് അല്ലാണ്ട് ഒരു നിരയായിട്ട് നിങ്ങളൊരു സീക്വൻസ് മുഴുവൻ, എനിക്ക് ആ ഐഡിയ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് സാധാരണ അങ്ങനെ ഇതുവരെ ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ നിരത്തി ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ക്യാമിയോസ് ബിൽഡ് ചെയ്യുക. കാരണം ആദ്യം ഞെട്ടും പിന്നെ താഴും, ആദ്യം ഞെട്ടും പിന്നെ താഴും, ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. ആ പ്ലാനിങ് എങ്ങനെയായിരുന്നു, ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ നിരനിരയായി കൊണ്ടുവരാന്നുള്ളത്? അത് സ്ക്രിപ്റ്റിൽ 1-2 ക്യാരക്ടേഴ്സിനെ നമ്മൾ റിവീൽ ചെയ്തതായിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഷൂട്ട് കാരണം അതൊരു ന്യൂസ് ഫിറ്റ് പോകുന്ന സമയത്ത് ഇത് പല സ്ഥലത്തിരുന്ന് പല ആൾക്കാർ കാണുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അത് ഇനിഷ്യലി നമ്മൾ 2 ആർട്ടിസ്റ്റിനെ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എഡിറ്റിന്റെ സമയത്ത് നമ്മുടെ എഡിറ്റർ ചമനാണ് സജസ്റ്റ് ചെയ്ത്, വേണമെങ്കിൽ നമുക്ക് ഇവിടെ 2-3 ക്യാരക്ടേഴ്സിനെ കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്ക് ഈ വേൾഡ് എക്സ്പാൻഡ് ആവുകയാണെന്നുള്ള ഒരു ഫീലിംഗും കൂടെ കൊടുക്കാൻ പറ്റും. ചമന്റെ സജഷനിലാണ് നമ്മൾ ആക്ച്വലി അത് പിന്നീട് നമ്മൾ അഡീഷണൽ ഷൂട്ട് ചെയ്തതാണ്. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ ആർട്ടിസ്റ്റിനെ നമ്മൾ പിന്നീട് സംസാരിച്ച് അവരെ വിളിച്ചത് പിന്നീട് ഷൂട്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെയാണ് ആ സീക്വൻസിന്റെ അത്
ഒരു ഒരു ഓർഗാനിക് ആയിട്ട് സംഭവിച്ച ഒരു പ്രോഗ്രഷൻ ആയിരുന്നു അതിന്റെ. അല്ല, ആസിഫിന്റെ മറുപടി പറഞ്ഞില്ല. അല്ല, അതിപ്പോ നമുക്ക് ആരൊക്കെ വന്നാലും നമ്മള് ഹാപ്പിയാണ്. അതുകൊണ്ട് അങ്ങനെ എഴുത്തില് അങ്ങനെ എന്തൊരു പേര് പോകുമ്പോഴും നമ്മൾ ആസിഫിനെ വിളിക്കുമല്ലോ. അല്ല, ഓക്കെ. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ മൂത്തോനായിട്ട് മമ്മൂക്ക വരുന്നതായിട്ട് നിങ്ങൾ ഒഫീഷ്യലി പോസ്റ്റർ ഇട്ടപ്പോഴേക്കും നമ്മൾ ആ ഒറ്റ ഡയലോഗ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവിടെ നിന്ന് തന്നെ ക്രാക്ക് ചെയ്ത കുറേ ഓഡിയൻസും കൂടി ഉണ്ട്. പക്ഷെ അല്ലാതെ മൂത്തോനിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അധികം സ്പോയിലർ ഒന്നും ഇടാതെ ഞാൻ ചുമ്മാ എനിക്കൊന്ന് ഒരു എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടി ചോദിച്ചു. അത് പറയാനായിട്ടില്ല. ഞാൻ ഈ ഉത്തരം തന്നെ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു. ചന്തു എന്തെങ്കിലും പറയാൻ പറ. ചന്തുവിന് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊരു എക്സ്ക്ലൂസീവ്, എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ഞാൻ എന്തിനാ വെറുതെ ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് നശിപ്പിക്കുന്നത്? എക്സ്പീരിയൻസ് നശിപ്പിക്കാത്ത രീതിയിൽ ഇപ്പൊ ഡൊമിനിക് പറഞ്ഞില്ലേ, ഇപ്പൊ സണ്ണി വെയിനും ടൊവിനും ഒക്കെ ഉണ്ടതായിട്ട് പുറത്ത് വന്നെങ്കിൽ പോലും അതിനകത്ത് എന്താണ് എന്നുള്ളൊരു സംഭവം അറിയില്ല എന്നുള്ള രീതിയിൽ പോലെ, അങ്ങനെ രസം കൊല്ലി അല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം. മമ്മൂക്കയാണ് മൂത്തോൻ എന്നുള്ളത് അത് പുറത്ത് വന്നില്ലേ? അതെ, അത് വന്നു. അല്ലാതെ എക്സ്ക്ലൂസീവ് ആയിട്ട് അതേ കൂടെ എന്ത് പറയാൻ പറ്റുന്നു? കഥയൊന്നും വേണ്ട. ഡൊമിനിക്, അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഇൻഡസ്ട്രി കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ പോസ്റ്റർ പുറത്തു വിട്ടതിന് പിന്നാലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ദിവസം കൂടിയായിട്ട് നില മാറി. അപ്പോൾ ഇപ്പം ഞാനിതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു എന്നുള്ള ചോദ്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇതൊരു ജൈജാൻറ്റിക് സക്സസ് ആണല്ലോ. ഇപ്പം നമ്മളൊരു സാധാരണ നമ്മുടെ സിനിമ ഹിറ്റായി എന്നതിനേക്കാൾ ഉപരി ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുക എന്ന് പറയുന്നൊരു വലിയ ബാരിയറാണ്, വലിയ മൈൽ സ്റ്റോൺ ആണ്. പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യം, ഇതൊരു സെൻട്രിക് ആയി, ഒരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറി, നിങ്ങളൊരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറി ആയിട്ട് കൊണ്ടുവന്ന് മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുക എന്നൊരു കാര്യം. പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഇപ്പോൾ പലതായിട്ട് വന്നൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ ആണുങ്ങൾ ലീഡ് ചെയ്താൽ മാത്രമേ സിനിമ ഹിറ്റ് ആവുകയുള്ളൂ എന്നൊരു, അങ്ങനെ ഒരു ടിപ്പിക്കൽ സംഭവമേ നിങ്ങൾ മാറ്റിക്കൊണ്ടാണ് നിങ്ങൾ ഈ സിനിമയുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിനുണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് വേറെയും ഉണ്ടാകും. പക്ഷേ എന്നാൽ പോലും കണ്ടന്റ് ഡ്രിവൺ ആണെങ്കിൽ മലയാളികൾ സ്വീകരിക്കുമെന്നതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ കൂടിയല്ലേ ലോക? അതെ, ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ സൂപ്പർ സ്റ്റാർ പടങ്ങൾ മാത്രം വിജയിപ്പിക്കുന്ന ഒരു പ്രേക്ഷകരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നല്ല കണ്ടന്റ് വന്നപ്പോഴെപ്പോഴും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യും, നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഡിക്യൂരും നമുക്കുള്ള കോൺഫിഡൻസും അത് തന്നെയായിരുന്നു. നമ്മളൊരു നല്ല സിനിമയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഈ ഡസൻ മാറ്റർ ഇതിന്റെ സാർക്കാസ്റ്റോ അല്ലെങ്കിൽ അതൊന്നും മാറ്റർ ചെയ്യില്ല. നമ്മുടെ ഓഡിയൻസ് സ്വീകരിക്കുന്നതാണെങ്കിൽ അവർ സ്വീകരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട അവർ സ്വീകരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് നമ്മുടെ ഓഡിയൻസിന്റെ ഇതില് അങ്ങനത്തെ ഡൗട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഈ പോസ്റ്റർ വന്നതിന് ശേഷം ദുൽഖറുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ദുൽഖറിന്റെ ഒരു ഞാൻ പറയട്ടെ, ദുൽഖറിന് ഇത്രയും പറഞ്ഞു രണ്ടുപേരും ദുൽഖറിന് ഇത്രയും ഹാപ്പി ആയിട്ട് മലയാളികൾ അങ്ങനെ കണ്ടിട്ടില്ല. എന്തൊരു എക്സൈറ്റ്മെന്റ് പുള്ളി തെലുങ്കിൽ പോയി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോ പ്രസ് മീറ്റ് തമിഴിൽ പോയി സംസാരിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങളുടെ ടീമിനെ പറ്റി സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ഒരു പ്രൗഡ് പ്രൊഡ്യൂസർ എന്നുള്ള രീതി. അത് പൈസ തിരിച്ചു കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നതിൽ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് എനിക്ക് ഷോക്കേസ് ചെയ്യാൻ, എൻ്റെ ബാനറിന് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യൻ സിനിമയെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ ചിരി ഉണ്ടായിരുന്നു ആ മുഖത്ത്. നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് എന്താണ്? ലൈക്ക് ഏറ്റവും ലാസ്റ്റ് വരെ? ഏറ്റവും ലാസ്റ്റ് കോൺവെർസേഷൻ കൺഗ്രാജുലേഷൻസ് ആയിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഡിക്യൂന്റെ സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലല്ലോ. അത് തന്നെയാണ് പുള്ളിയുടെ ഒരു ഇത്. അതായത് പുള്ളിക്ക് നല്ല സിനിമകൾ ചെയ്യണമെന്നും നല്ലൊരു ഒരു എന്താ, ഈ പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസ് പുള്ളിയുടെ സിനിമകൾ മാത്രം ചെയ്യുന്നതായിട്ട് ഒതുങ്ങി കൂടാതെ ബാക്കി നല്ല കഥകൾ ഐഡന്റിഫൈ ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു ഇതുകൊണ്ട്, അത് ബേസിക്കലി സിനിമയോടുള്ള ഒരു സ്നേഹവും പാഷനും കൊണ്ടാണ്. അല്ലാതെ ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാത്രമല്ല പ്രൊഡക്ഷനെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു സിനിമ വന്നപ്പോഴത്തേക്കും പുള്ളി അതിനെ ബാക്ക് ചെയ്തതിന് പുള്ളിക്ക് ഇപ്പൊ കിട്ടുന്ന ക്രെഡിറ്റ് ഒന്നും പുള്ളി കിട്ടിയാൽ പോരാ. അത് പുള്ളി അത് ഡിസേർവിംഗ് ആണ്, ടോട്ടലി ഡിസേർവിംഗ് ആണ് അത് ഈ ക്രെഡിറ്റിന്. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അല്ലാന്ന് അത് നിങ്ങൾ കാണുന്ന പോലെ ഞാനും കണ്ടതാണ്. എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഡിക്ക് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ജോം എന്ന് പറയുന്ന പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഫുൾ ക്രൂ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ആക്ടേഴ്സും ഹാപ്പിയാണ്. മൊത്തത്തിൽ ഞങ്ങളൊരു ഭയങ്കര ഹാപ്പി ഗ്രൂപ്പാണ് ഇപ്പോൾ. അല്ല, നിങ്ങൾ ഇപ്പോൾ ചന്തു ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ടെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സിനിമയിൽ കാണുന്നൊരു സംഭവമാണല്ലോ, തിയേറ്ററിൽ പോയിട്ട് നേരിട്ട് പ്രേക്ഷകരുടെ റെസ്പോൺസ് കാണുക എന്നുള്ളത്. നിങ്ങൾ ദുബായിൽ പോയിട്ട് അവിടെ പോയി ആഘോഷിക്കുന്നു, ഇവിടെ വന്നിട്ട് തിയേറ്റേഴ്സിനുള്ളിൽ ആഘോഷിക്കുന്നു. നമ്മളിപ്പോൾ മീഡിയയുടെ ഉള്ളിൽ കാണുന്നതല്ലാതെ നമ്മൾ സാധാരണ പ്രേക്ഷകർക്കിടയിൽ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും ഒരു മെമ്മറബിൾ കമൻറ്റ് ലോക സിനിമയായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ, ഈ സിനിമയിൽ നിങ്ങൾ തിയേറ്ററിൽ പോയതിനു ശേഷം ഒരു നേരിട്ട് കേട്ടൊരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ വിമർശനമോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ഒരുപാടുണ്ടല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാര്
മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഒരു 8 തവണ കണ്ട ആളെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അപ്പൊ അയാളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള അല്ല അത് നന്ദി തള്ളല്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് 6 വട്ടം കണ്ടിട്ടുണ്ട്. അവൻ സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ട് ഞാനിത് 6ാമത്തെ വട്ടം. ഞാൻ ചോദിച്ചു എന്താടാ 6 വട്ടമൊക്കെ കാണാൻ നിനക്ക് എന്ത് പറ്റിയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് തള്ളല്ല, സംഭവം ഉള്ളതാ. ഇല്ല അത് തന്നെ ആയിരിക്കും. ഒരുപാട് ആൾക്കാർ നമ്മൾ തോന്നുന്നു, ഇപ്പൊ ഒരാളല്ലല്ലോ, ഒരുപാട് ആളുകൾ നമ്മൾ തോന്നുന്നുണ്ട് ഞാൻ ഇത്ര തവണ കണ്ടു, ഞാൻ ഇത്ര തവണ കണ്ടു എന്ന് പറയുമ്പോ ഭയങ്കര അത് നമ്മൾ ചെയ്യുന്നത് ഇവര് പിന്നെയും പിന്നെയും കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഉം, ഉം. അത് ഭയങ്കരമായിട്ടൊരു ഹൈ തരുന്ന ഒരു കാര്യമാണത്. അല്ല ആ അല്ല കമന്റ് നമ്മുടെ ക്യാരക്ടറിനെ പറ്റി അങ്ങനെ വന്ന് സംസാരിച്ചു. അത് തന്നെ എന്നെയും കാണണമല്ലോ തിയേറ്ററിൽ. എന്നെ കണ്ടിരുന്നാലല്ലേ അവർക്ക് ഈ 8 തവണ കാണാൻ പറ്റുള്ളൂ. എന്നെ 8 തവണ എനിക്ക് തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ വേറെ പുറത്തുനിന്നുള്ള ഒരാള് 8 തവണ ഞാൻ ചെയ്യുന്നത് എന്റെ അഭിപ്രായങ്ങൾ അതും ഇതൊക്കെ കാണുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നു, നമ്മുടെ അടുത്തൊന്ന് ഇഷ്ടപ്പെട്ടു, അതാണ് ഭയങ്കര അഭിപ്രായങ്ങൾ പറയുന്നു. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടിരിക്കുന്ന നല്ല കമന്റുകളുടെ ഇതായിട്ട്. അങ്ങനെ മോശം അങ്ങനെ അധികം കേട്ടിട്ടില്ല. അതുകൊണ്ട് മോശം അഭിപ്രായങ്ങൾ ഞാനും കേട്ടൊന്നുമില്ല. അത് ഉള്ളതാ, അല്ല ഉള്ളത് ഉള്ളപോലെ പറഞ്ഞോളൂ. കേൾക്കാറില്ല ഉണ്ട്, പക്ഷെ എന്നാലും നമ്മളങ്ങനെ അധികം കേൾക്കാറില്ല. അതാ. അതുകൊണ്ട് കുഴപ്പമില്ല. അത് വേറൊരു ഫാക്ടർ. പക്ഷേ ഈ സിനിമ ഒരു വളരെ സർപ്രൈസ് ആയിട്ട് വന്ന് ഓണത്തിന് റിലീസായത് 4 സിനിമകളോടൊപ്പം റിലീസാകുന്നു. ആ സിനിമ പിന്നീട് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്നതാണ്. ഇവർക്ക് മാത്രമല്ല എനിക്ക് സന്തോഷം നൽകുന്ന ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിനൊരു വലിയ വൈഡനാവുകയാണ്. നമ്മുടെ ബൗണ്ടറീസ് വൈഡനാവുന്നു. നമ്മൾ പല ആളുകളെയും മീറ്റ് ചെയ്യാൻ പറ്റുന്നു, പല കൊളാബറേഷൻസിന് വേണ്ടി സംസാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടാണ് ഇപ്പോൾ മിറയുടെ പ്രസ് മീറ്റിൻ്റെ സമയത്ത് ഹനുമാനും മറ്റേ മിന്നൽ മുരളിയും ലോകയും എല്ലാവരും കൂടെ ചേർന്നൊരു യൂണിവേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്ന് തേജ് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും ഇങ്ങനെ അപ്രീസിയേഷൻസ്, അങ്ങനെ ഒരു വേൾഡ് ബിൽഡിംഗ് ഇന്ത്യ ഒട്ടാകെ തന്നെ മാറുക എന്നൊക്കെ പറയുമ്പോൾ ഡൊമിനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് താ. ഞാൻ തൽക്കാലം നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മുടെ റൂട്ട്സ്, നമ്മുടെ ഫോക്ലോർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഇപ്പൊ ചിന്തിച്ചിട്ടുള്ളൂ. വേറെ വലിയ വലിയ ചിന്തകളിലേക്ക് ഇപ്പം പോയിട്ടില്ല. അപ്പൊ നിലവിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്ത് അങ്ങോട്ട് പോവാ. അങ്ങനെ അപ്പൊ നിലവിൽ ഇങ്ങനെ നിൽക്കാൻ തന്നെയാണോ പ്ലാൻ? ഇവിടുത്തെ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ പുറത്തുനിന്നൊന്നും വരില്ല? അയ്യോ ഞാൻ എന്തൊക്കെ കഥ കേട്ടെന്നറിയോ? അവിടെ സൂര്യ വരും, വിക്രം വരും, അവിടെ നിന്ന് ഹിന്ദിന്ന് ആരെങ്കിലും ഒക്കെ വരും. അങ്ങനത്തെ ഡിസ്കഷൻ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സംഭവിക്കാൻ സാധ്യതയുണ്ട്. അറിഞ്ഞൂടാ, ഇത് എഴുത്തിന്റെ പോക്ക് പോലെ ഇരിക്കും ബാക്കി കാര്യം. ഓക്കെ, എന്തായാലും താങ്ക് യു ചന്തു, താങ്ക് യു ഡൊമിനിക്. എനിക്ക് തോന്നുന്നു ചന്തു രാവിലെ എഴുന്നേറ്റ് പാവം ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ചന്തു സംസാരിക്കാന്ന് ചോദിച്ചു. പക്ഷെ ചന്തു വളരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സമയത്ത് എഴുന്നേറ്റ് ഇന്റർവ്യൂ എടുക്കുന്നത്. അതും നമ്മുടെ ന്യൂസ് 18-നൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് വൈകുന്നേരം പോസ്റ്റർ വരുന്നു, തൊട്ടടുത്ത ദിവസം രാവിലെ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടുന്നു, എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ചന്തു അടുത്ത പടം ഗംഭീര ഹിറ്റാവും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു സാറ്റിസ്ഫൈ ഓഡിയൻസ്. വലിയ ഭാരം നിൽക്കുകയാണ്, എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നാൽ പോലും വേഗം ചാപ്റ്റർ 2 ഇറക്കി വിട് എന്നുള്ള ആ ഒരു കമൻസിലേക്ക് എത്രയും പെട്ടെന്നേക്ക് അത് എത്തട്ടെ എന്നുള്ളതും കൂടി. അതുകൊണ്ട് വൺ ലാസ്റ്റ് നോട്ടിൽ പ്രേക്ഷകരോട് സംവിധായകൻ എന്ന രീതിയിൽ ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സംവിധായകൻ എന്ന രീതിയിൽ ഡൊമിനിക് അരുൺ 2.0 വേർഷൻ ആണോ ഇനി വരാൻ പോകുന്നത്? എല്ലാവരുടെയും 2.0 വേർഷൻ. ചന്തുവിന് ഒരു 3.0 ആയിരിക്കും കേട്ടോ അല്ലേ? നമ്മള് മഞ്ഞുമലും ഞാൻ 2.0. ഞാനും 2.0 മതി. എന്തായാലും താങ്ക് യു സോ മച്ച് ഡൊമിനിക്, താങ്ക് യു സോ മച്ച് ചന്തു. എന്തായാലും രാവിലെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്തായാലും നിങ്ങളെ കൊണ്ടുവന്നു. എന്തായാലും ലോക വലിയ വിജയം ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി 2ാം ചാപ്റ്ററും അതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് ഇൻഡസ്ട്രിക്ക് ഒട്ടാകെ തന്നെ ഗുണമായി മാറട്ടെ എന്നുള്ളതാണ്. താങ്ക് യു ചന്തു, താങ്ക് യു ഡൊമിനിക്. രാവിലെ എത്തിയതിൽ പ്രേക്ഷകരോട് സംസാരിച്ചത് താങ്ക് യു സോ മച്ച്. അങ്ങനെ ഈ സംവിധായകൻ ഡൊമിനിക് അരുൺ, ചന്തു, സെലിൻ കുമാർ എന്നിവരാണ് വന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചകഞ്ഞു നോക്കിയിട്ട്, പക്ഷേ
ഒന്നും പിടി തരുന്നില്ല. ഞാൻ സൂര്യയായിട്ട് നോക്കി, വിക്രമിനെടുത്ത് നോക്കി, പല കാര്യങ്ങൾ ചോദിച്ചു നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് പിടി തരുന്നില്ല. പക്ഷേ വലിയ സന്തോഷം, വലിയ അഭിമാനം ഉണ്ടാക്കുന്നൊരു നിമിഷം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതല്ലേ. കാരണം ഇൻഡസ്ട്രിയുടെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യുക, ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുക, അതായത് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും കൂടെ മലയാള സിനിമയെ ഉറ്റുനോക്കുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറ്റുക, നമ്മുടെ പല കൊളാബറേഷൻസും വരിക എന്ന് പറയുന്നത് തന്നെ ഒരു കാലത്ത് മലയാളത്തിന് വലിയ ബഡ്ജറ്റുകൾ സിനിമകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ രീതിയിലും ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സിനിമാ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഇന്ത്യൻ സിനിമ എന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഒരു മലയാള സിനിമ, നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇവിടെ തന്നെ തരംഗമാകുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാം, 30 കോടി രൂപയ്ക്കാണ് സിനിമയുടെ ബഡ്ജറ്റ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. തെലുങ്കിലും തമിഴിലും ഒക്കെ തന്നെ 30 കോടി രൂപയ്ക്കൊക്കെ അവർ പാട്ടുകൾ റിലീസ് ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു തെലുങ്ക് സിനിമ 5 പാട്ടുകൾ ചെയ്ത് 75 കോടി രൂപയ്ക്കാണ് 5 പാട്ടുകൾ അവർ ചെയ്തത്. അവിടെ കൊണ്ടാണ് 30 കോടി രൂപയ്ക്ക് നമ്മളൊരു സിനിമ ചെയ്ത് വെച്ച്, ഇത്രയും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്ത് വെച്ച് ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംവിധായകൻ ഡൊമിനിക് അരുണ് അഭിമാനിക്കാം, നമുക്ക് കൈയടിക്കുകയും ചെയ്യാം. കൈയടികളെല്ലാം തിയേറ്ററുകളിൽ തന്നെ ഉയർന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്ക് വേണ്ടി ചാപ്റ്റർ 2 അതിഗംഭീരമായി മാറട്ടെ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്, അധികം വൈകാതെ തന്നെ. എന്തായാലും പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് സംവിധായകൻ ഡൊമിനിക് അരുണിനെയും ചന്തു സലീം കുമാറിനെയുമാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇങ്ങനെ വിനോദ വാർത്തകളിൽ നിന്ന് കടന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം 84 പേർ. വൻ നശീകരണ ശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർക്കുന്നത് എന്നുള്ളതാണ് ആയുസിൽ കണ്ട ഏറ്റവും മോശം തകർച്ചയെന്നാണ് UN സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം. അതിനിടെ 47 ബന്ദികൾക്ക് വിട പറഞ്ഞുള്ള പോസ്റ്റർ ഹമാസ് പുറത്തിറക്കി. MG മിഥുൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മിഥുൻ, എന്താണ് ഏറ്റവും കൂടുതൽ വിവരം? ഹരി, വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു, കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്ന സാഹചര്യം. ഒപ്പം തന്നെ തെക്കൻ ഗാസയിൽ കൂടുതൽ ആളുകൾ എത്തിയതിനെ തുടർന്ന് അവിടെ കഴിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷം, ഭക്ഷണമില്ലാത്ത സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ ഈ അൽറാഷിദ് റോഡിലൂടെയൊക്കെ കഴിഞ്ഞ ദിവസം ഈ ഒരു പാത അടച്ചതിനെ തുടർന്ന് അവിടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിലൊന്നും തന്നെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവരിൽ നിന്ന് ഏകദേശം 5 ലക്ഷത്തോളം ജനങ്ങൾ ഇതിനോടകം തന്നെ പലായനം ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ഗാസ സിറ്റിയിലും വടക്കൻ ഗാസയിലും ഒക്കെയായി കഴിയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത്രത്തോളം ഭയാനകരമായിട്ട് എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാം, തങ്ങൾ മരിച്ചു വീഴാമെന്നുള്ള ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു നേരത്തെ അന്നത്തിനായി കേഴുന്ന കുഞ്ഞുങ്ങളെ പോലും നമുക്ക് കാണാം. അത്രത്തോളം മനസ്സ് മരവിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഗാസ മുനമ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, UN ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഒരു തരത്തിലും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന് മുമ്പിൽ വഴങ്ങരുത് എന്ന് ഉറപ്പിച്ച് പറയുന്ന തരത്തിൽ. കാരണം അത്രത്തോളം വലിയ വംശഹത്യയാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള പരാമർശം UN-ന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇത്രയും അധികം ലോകരാജ്യങ്ങൾ ഇത്രയും UN അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ പോലും അതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിച്ചാണ് ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഹമാസിന്റെ ചില പോസ്റ്ററുകൾ പുറത്തു വരികയും ചെയ്തു. 47 ഇസ്രായേൽ ബന്ദികളെ, അവരെ നിങ്ങൾ മറന്നേക്കൂ അവർ എന്നുള്ള രീതിയിലുള്ള ചില പോസ്റ്ററുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ചില പേരുകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹമാസ് എന്നുള്ളത് തന്നെയാണ്. അതായത് 1986 ഇസ്രായേലിൽ നിന്ന് ഇവർ ബന്ദിയാക്കിയിട്ടുള്ള ഇസ്രായേലിന്റെ വായുസേന അംഗത്തെ അന്ന് ബന്ദിയാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേര് ഈ പോസ്റ്ററിൽ പതിച്ചുകൊണ്ടാണ്, ഓരോ ചിത്രത്തിന്റെ താഴെയും ഇദ്ദേഹത്തിന്റെ പേര് പതിച്ചുകൊണ്ടാണ് ഈ ബന്ദികളുടെ പോസ്റ്റർ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ ആക്രമണം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ബന്ദികളുടെ കാര്യത്തിൽ തങ്ങൾക്കൊരു ഉറപ്പ് നൽകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ബങ്കറിലേക്ക് മാറ്റി ഈ ബന്ദികളെ എന്നടക്കമുള്ള ചില സുപ്രധാന വാർത്തകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നിങ്ങളിപ്പോൾ ആക്രമണം നടത്തുന്നത്, അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ മറന്നേക്കൂ എന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മനുഷ്യരാശിയെ മരവിപ്പിക്കുന്ന തരത്തിൽ, മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ അക്രമം, വലിയ വംശീയഹത്യ ഗാസയിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. കരയുദ്ധം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ഒപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ഒരേപോലെ ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ആകാശമാർഗമുള്ള ആക്രമണവും ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അത്രത്തോളം വലിയ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് പല കെട്ടിടങ്ങളും തകർക്കപ്പെടുകയാണ്. ഗാസ സിറ്റി ഹൃദയഭാഗത്തേക്ക് ഇസ്രായേൽ സൈന്യം എത്തിക്കഴിയുകയും ചെയ്തു. പക്ഷേ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് 2 മാസത്തോളം സമയം വേണ്ടിവരും ഗാസ പൂർണ്ണമായും കീഴടക്കാൻ എന്നുള്ളതാണ്. അതായത് ഒരു
മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യരും അവിടെ താമസിക്കാൻ കഴിയാത്ത തരത്തിൽ ഗാസയെ തകർക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലുള്ള ആക്രമണം അവിടെ തുടരുകയും ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസവും ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു. 65,000 മുകളിൽ ഈ ഡെത്ത് ടോൾ വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള ഒരു അനൗദ്യോഗിക വിവരങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ കെട്ടിടങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നമുക്കിപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല. അത്രയും വലിയ ബഹുനില കെട്ടിടങ്ങൾ വലിയ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ തകർക്കുകയാണ്. ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ആക്രമണം തുടരുകയും ചെയ്യുന്നു. പക്ഷേ ഇവരിനി എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. നിരവധി പേർ ഇപ്പോഴും പറയുന്ന കാര്യം, ഞങ്ങൾ എങ്ങോട്ടേക്ക് പോയാലും ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങോട്ടേക്ക് പോയാലും മരിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനിച്ച ഇടത്ത് തന്നെ മരിച്ചു വീഴുന്നതല്ലേ അതിൽ ഭേദം നല്ലത് എന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നുള്ളതാണ്. കാരണം സുരക്ഷിത സ്ഥാനമെന്ന് കരുതി പോകുന്നിടത്തെല്ലാം തന്നെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഭക്ഷണം മൂലം, പട്ടിണി മൂലം മരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് ഗാസയിൽ നിന്ന് വരുന്നത്. ഹരി, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളുകളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂട്ടക്കുരുതിയാണ് ഗാസയിൽ തുടരുന്നത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാസയിൽ എവിടെ പോയാലും തങ്ങൾ മരണപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ജനിച്ചെടുത്ത് തന്നെ മരിക്കുക എന്നുള്ള അവസ്ഥയിലേക്കാണ് ഗാസ നീളുന്നത് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളടക്കം കഴിഞ്ഞ ദിവസം 84 പേരാണ് മരണപ്പെട്ടത് എന്നുള്ളതും കൂടി ഓർക്കണം. തൻ്റെ ആയുസ്സിൽ കണ്ട ഏറ്റവും മോശം തകർച്ച എന്നാണ് UN സെക്രട്ടറി ജനറലിൻ്റെ പ്രതികരണവും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. അപേക്ഷ നൽകാതെ വോട്ടർ പട്ടികയിലെ പേര് മാറ്റാൻ ആവശ്യപ്പെടാതെ വാർഡ് മാറ്റിയതിനെതിരെ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറിക്കെതിരെ പരാതി. കോട്ടക്കൽ നഗരസഭയിലെ 16-ാം വാർഡിലെ വോട്ടറായ ചീനിക്കൽ റഷീദാണ് പരാതിക്കാരൻ. ഇദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും പേരുകൾ 18-ാം വാർഡിലേക്ക് മാറ്റിയെന്നാണ് പരാതി. ചീനിക്കൽ റഷീദിന്റെ തറവാട് കോട്ടക്കൽ നഗരസഭയിലെ 16-ാം വാർഡിലെ പണിക്കർകുണ്ടിലാണ്. ഇദ്ദേഹം 18-ാം വാർഡിൽ മറ്റൊരു വീട് പണിതിട്ടുണ്ടെങ്കിലും വോട്ടർ പട്ടിക 16-ാം വാർഡിൽ തന്നെ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിനൊപ്പം ഭാര്യ സുഹറയുടെയും മകൻ റാഷിദിന്റെയും വോട്ടുകൾ 18-ാം വാർഡിലെ പട്ടികയിലാണ് വന്നിരിക്കുന്നത്. 16-ാം വാർഡിലെ പട്ടികയിൽ നിന്ന് ഇവ നീക്കം ചെയ്തിട്ടുമുണ്ട്. 18-ാം വാർഡിലേക്ക് വോട്ടുകൾ മാറ്റുന്നുണ്ടോ എന്ന അന്വേഷണം വന്നപ്പോൾ അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞിരുന്നുവെന്നും തന്റെ അറിവോ അനുവാദമോ ഇല്ലാതെ കെട്ടിട വിശദാംശങ്ങൾ ഓൺലൈനിൽ നിന്നെടുത്ത് തന്റെ ഒപ്പില്ലാതെ മറ്റാരാണ് അപേക്ഷ നൽകിയതെന്നും ഇതിന് നഗരസഭാ സെക്രട്ടറി കൂട്ടുനിന്നുവെന്നും റഷീദ് പറയുന്നു. ഇതൊന്ന് ലോഗിൻ ചെയ്യണ്ടേ? ഈ ലോഗിൻ എങ്ങനെ ചെയ്തു? എനിക്കൊരു OTP ഒന്നും വരാതെ എൻ്റെ വീടിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വീടിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ എടുത്തിട്ടാണ് ഈ ഫയലിൽ വെച്ചിട്ടുള്ളത്. പരാതിയായിട്ട് സെക്രട്ടറി എന്താ പറയുന്നത്? സെക്രട്ടറി പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുത്താൽ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒന്നും അറിയില്ലാന്ന്. അപ്പം നിങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ നിങ്ങൾ ഒപ്പിടരുത്. എൻ്റെ ഒരു അപേക്ഷകൻ്റെ ഒപ്പില്ലാതെ എങ്ങനെ സെക്രട്ടറി ഒപ്പിടരുത്? അതാണ്. പിന്നെ അത് മാത്രമല്ല എൻ്റെ ഈ ഗൗരവമാണ് എനിക്കുള്ളത്. ഇത് സർട്ടിഫിക്കറ്റ് എങ്ങനെ എൻ്റെ അനുവാദമില്ലാതെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭാ സെക്രട്ടറിക്കെതിരെ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർക്കും ഇലക്ഷൻ കമ്മീഷനും മലപ്പുറം കളക്ടർക്കും പോലീസിനും റഷീദ് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ 57 വോട്ടിന് LDF ജയിച്ച വാർഡാണിത്. ഈ വാർഡ് ജയിക്കാൻ നഗരസഭ ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന് കൗൺസിലർ മുഹമ്മദ് ഹനീഫ ആരോപിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ അനുഭാവികളാണ് അവര്. അതുകൊണ്ടാണല്ലോ അവരെ വോട്ട് ഇവിടുന്ന് മാറ്റിയിട്ടുള്ളത്. ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ലീഗാണ്. ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരെ വോട്ടാണ് ഇവിടെ. പിന്നെ ഓൾറെഡി വേറെ ഒരു ഫാമിലിന് മാറ്റിയിട്ടുണ്ട്. ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറി തയ്യാറായില്ല. പരാതി അന്വേഷിച്ച് ജോയിന്റ് ഡയറക്ടർ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ന്യൂസ് 18 മലപ്പുറം. ഇന്ന് ഇന്ത്യ പാക് സൂപ്പർ പോര്. നമുക്കറിയാം, ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഏറ്റുമുട്ടിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ആ സമയത്ത് വളരെ വൺ സൈഡഡ് ഗെയിമായിരുന്നു. അതായത് പാകിസ്ഥാൻ ഒരു തരത്തിലുമുള്ള ഒരു എഡ്ജ് കൊടുക്കാതെ ഇന്ത്യ ആ മത്സരം ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ടൂർണമെൻറ്റിൽ ഒരു മത്സരവും പോലും പരാജയപ്പെടാതെയാണ് ഇന്ത്യ സൂപ്പർ 4ലേക്ക് ഇന്ന് പാകിസ്ഥാനെ വേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ അന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പ്രത്യേകിച്ച് ആ മത്സരം കഴിഞ്ഞതിന് ശേഷം ഹസ്തദാന വിവാദം ഒക്കെ ഉണ്ടായിരുന്നു. ആ മത്സരം കഴിഞ്ഞ് നേരെ സൂര്യകുമാർ യാദവും ടീമും നേരെ ഡ്രസ്സിംഗ് റൂമിൽ പോയി വാതിലടക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ താരങ്ങൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്തു. എന്തായാലും മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെതിരെ അന്ന് മുതൽ തന്നെ പാകിസ്ഥാൻ ടീം എല്ലാവരും കൂടി ചേർന്ന് മാച്ച് റഫറിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇന്ന് ആൻഡി പൈക്രോഫ്റ്റ് തന്നെ മാച്ച് റഫറി ആവും എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. ഏഷ്യ കപ്പിലെ സൂപ്പർ 4ൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത ഇന്ത്യക്ക് തന്നെയാണ് മത്സരത്തിൽ മേധാവിത്വം. ദുബായിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഹസ്തദാന വിവാദം നേരിട്ട ഗ്രൂപ്പ് മത്സരത്തിലെ റഫറി
ആൻഡി പൈക്രാഫ്റ്റ് തന്നെ ഇന്നത്തെ ഈ മാച്ച് റഫറി ആകും. ഇന്ത്യ 3 സ്പിന്നർമാരുമായി കളിക്കാൻ തന്നെയാണ് സാധ്യത. ടോസിന്റെ സമയത്തും മത്സരശേഷവും ഇന്ത്യൻ ടീം ഹസ്തദാനത്തിന് തയ്യാറാകുമോ എന്നതാണ് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ദുബായിൽ ഇരു ടീമും ഏറ്റുമുട്ടിയ 4 മത്സരങ്ങളിൽ 2 ജയം വീതം ഇന്ത്യക്കും പാകിസ്ഥാനും സ്വന്തമാണ്. ചേസ് ചെയ്യുന്ന ടീമിന് വിജയ ശതമാനം കൂടുതൽ ഉള്ളതിനാൽ ടോസ് നേടുന്ന ക്യാപ്റ്റൻ ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. വളരെ പ്രധാനമാണ് ഇന്നത്തെ ദിവസം, പ്രത്യേകിച്ച് ഈ മത്സരത്തിന് ശേഷം ഹസ്തദാന വിവാദങ്ങൾക്ക് എല്ലാം ഒടുവിൽ അതിന് വീണ്ടും ഇന്ത്യൻ ടീം തയ്യാറാകുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ സൂര്യകുമാർ യാദവിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അങ്ങനെ ഒരു നിലപാട് മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എന്നാൽ പോലും ഈ വിവാദങ്ങളെല്ലാം കഴിയുന്നതിന് ശേഷം ഇന്ന് സൂപ്പർ 4 പോരാട്ടം ചെറുതൊന്നും ആയിരിക്കില്ല. വലിയ സംഭവം തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പോലും ഇന്ത്യക്ക് തന്നെയായിരുന്നു മേൽക്കൈ. എന്നാൽ പോലും ദുബായിൽ കണ്ടീഷൻസ് ഇരു ടീമുകൾക്കും ഗുണം തന്നെയാണ്. 2-2 എന്ന രീതിയിൽ തന്നെയാണ് ദുബായിൽ ഇരുവരുടെയും മത്സരത്തിൽ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഏഷ്യ കപ്പിൽ കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ ഡിഫെൻഡിങ് ചാമ്പ്യൻസായ ഇന്ത്യ സൂപ്പർ 4 പോരാട്ടത്തിൽ പാകിസ്ഥാന് കഴിഞ്ഞ ഞായറാഴ്ച കൊടുത്ത അതേ മറുപടി ഇന്നത്തെ ദിവസവും ഈ ഞായറാഴ്ചയും കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്ത്യ സൂപ്പർ 4 ജൈത്രയാത്ര ഈ മത്സരത്തിന് ശേഷം തുടരും എന്നുള്ളതും കൂടി ഇന്ന് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ വിവാദങ്ങൾക്കും എല്ലാം ഇന്ന് മറുപടി ഗ്രൗണ്ടിൽ ഉണ്ടാകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മലമുകളിൽ പൂപ്പാടം ഒരുക്കി തൊടുപുഴ സ്വദേശി അനൂപ്. തൊടുപുഴ ഉറവപ്പാറ മലയിലാണ് ഇദ്ദേഹം ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. പൂക്കളെല്ലാം വിരിഞ്ഞതോടെ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണവും കൂടിയാണ് ഈ പൂപ്പാടം. തൊടുപുഴ നഗരത്തോട് ചേർന്നുള്ള സഞ്ചാരികളുടെ പറുദീസയാണ് ഉറവപ്പാറ. 2500 അടി ഉയരത്തിലുള്ള ഈ മലമുകളിലെത്തിയാൽ തൊടുപുഴ നഗരം പൂർണ്ണമായും കാണാം. നാടുകാണിയും ഇലവീഴ പൂഞ്ചിറയും ഉൾപ്പെടെ ചുറ്റുമുള്ള മലനിരകളും കാണാനാകും. ഈ കാഴ്ചകളുടെ ഭംഗി കൂട്ടുകയാണ് മലമുകളിലെ പൂപ്പാടം. മഞ്ഞ നിറത്തിലുള്ള ഈ പൂന്തോട്ടം ആരെയും ആകർഷിക്കുന്നതാണ്. സ്ഥലത്താണ് അനൂപ് പൂക്കൃഷി ചെയ്തത്. ഉറവപ്പാറയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ്. തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സന്ദർശിക്കാം. അതോടൊപ്പം നമ്മുടെ ഫാം റിസോർട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒത്തിരി ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അവരുടെ ആവശ്യപ്രകാരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യവും ഇത് കൃഷി ചെയ്തത്. ഇനിയും ആളുകൾ വരാൻ താല്പര്യമായിട്ട് ഒത്തിരി പേര് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അനൂപ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. തന്റെ ഫാം റിസോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിലാണ് ഇദ്ദേഹം പൂപ്പാടം ഒരുക്കിയത്. ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണിവിടം. ന്യൂസ് 18 ഇടുക്കി. ഓരോ വീട്ടിലും ഒരു ടിഷ്യൂ കൾച്ചർ വാഴ പദ്ധതിക്ക് തുടക്കമിട്ട് പാലക്കാട് പരുതൂർ ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണം ചെയ്തു. കാർഷിക മേഖലയുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ടാണ് പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഓരോ വീട്ടിലും ഓരോ ടിഷ്യൂ കൾച്ചർ വാഴ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണം ചെയ്തു. വാഴത്തൈകൾ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ജൈവവളം നമ്മൾ സാധാരണഗതി നെൽകർഷകർക്കാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കേര കർഷകർക്കും കൂടി ഒരു മികച്ച ഒരു സംഭാവന എന്ന നിലക്കാണ് നമ്മൾ ജൈവവളം എന്നുള്ള ഒരു പ്രോജക്റ്റ് 2-3 വർഷമായി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അപേക്ഷിച്ച് എല്ലാവർക്കും കിട്ടൂല. കഴിഞ്ഞ വർഷം അപേക്ഷിച്ചവരുണ്ടെങ്കിൽ ഇപ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം അപേക്ഷിച്ച പുതിയ ആളുകൾക്കാണ് ജൈവവളം നമ്മൾ കൊടുക്കുന്നത്. കാരണം അത്രമാത്രം കേര കർഷകർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് 4000 വാഴത്തൈകളാണ് വിതരണം ചെയ്തത്. മുൻകൂട്ടി അപേക്ഷ നൽകിയവർക്കും നേരിട്ട് അപേക്ഷ നൽകുന്നവർക്കും വാഴത്തൈ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനു പുറകെ കൃഷി വകുപ്പ് വാഴകൃഷി നിരീക്ഷിക്കുകയും കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യും. ന്യൂസ് 18 പാലക്കാട്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടക്കാതെ തകർന്ന് തരിപ്പണമായി പാലക്കാട് കപൂർ പഞ്ചായത്തിലെ അമേറ്റിക്കര റോഡ്. ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. മഴക്കാലത്ത് കുഴികളിൽ വീണുള്ള അപകടങ്ങൾ ഇന്നിവിടെ സ്ഥിരം സംഭവമാണ്. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ കുമരനെല്ലൂർ മിൽ സ്റ്റോപ്പിൽ നിന്ന് തുടങ്ങി അമേറ്റിക്കര ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോകുന്ന പാതയാണ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലുള്ളത്.
ഏകദേശം 8 വർഷത്തോളമായി റോഡിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടന്നിട്ടില്ല. കുഴികളിൽ നാട്ടുകാർ തന്നെയാണ് കല്ലും മണ്ണുമൊക്കെ ഇട്ടടച്ച് താൽക്കാലിക ആശ്വാസം കണ്ടെത്തുന്നത്. മുൻപ് ജൽജീവൻ പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിച്ചതോടെ റോഡിന്റെ പല ഭാഗങ്ങളും വലിയ രീതിയിൽ തകർന്നു. ഒരു മാസം മുൻപ് പാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരുന്നു. സ്ഥിരമായി ബസ് സർവീസ് ഉള്ള റോഡ് കൂടിയാണിത്. മഴക്കാലത്ത് കുഴികളിൽ വെള്ളം കെട്ടി നിന്നുള്ള അപകടവും നിരവധിയാണ്. ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. തകർന്ന റോഡിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നത് കാരണം വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നതും പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി ഉന്നയിക്കുമ്പോൾ റോഡിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്തിൽ നിന്നും നാട്ടുകാർക്ക് ലഭിക്കുന്ന മറുപടി. എന്നാൽ ആഴ്ചകളും മാസങ്ങളും കഴിയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ന്യൂസ് 18 പാലക്കാട്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മൃഗസംരക്ഷണ ഔഷധ മേഖലയിലേക്കും ചുവടുവെക്കുകയാണ്. അണുസംക്രമണം തടയുന്നതിനും പാർശ്വഫലരഹിതവുമായ മൃഗാരോഗ്യ പരിപാലനത്തിന് ഉപകരിക്കുന്ന മരുന്നുകളുടെ ഗവേഷണത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായി സഹകരിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു. കർഷകർക്ക് പ്രയോജനപ്പെടുന്ന സാമ്പത്തിക ബാധ്യത അധികമില്ലാത്ത ഔഷധങ്ങളുടെ നിർമ്മാണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. പശു, ആട് മുതലായ വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഔഷധങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. സസ്യങ്ങൾക്ക് അസുഖം വന്നാലോ അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഫലപുഷ്ടി കൂട്ടാനോ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുത്താനോ പൂവുകളിൽ നിറങ്ങൾ വ്യത്യാസം വരുത്താനൊക്കെ ഉള്ള ടെക്നിക്സ് ഈ വൃക്ഷ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മൃഗ ആയുർവേദം എന്ന് പറയുന്നുണ്ട്. അതൊന്നും സാധാരണ ആരും പ്രാക്ടീസ് ചെയ്യാറില്ല, അതാണ് അറിയാത്തത്. അതിലിപ്പോൾ ഈ ആന, കുതിര, പശു, ആട് അതേപോലെയുള്ള മൃഗങ്ങളിലൊക്കെ ചികിത്സ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയുർവേദത്തിനെ ഉദ്ധരിക്കുക, ഡെവലപ്പ് ചെയ്യാവുന്ന ഇതൊക്കെ ഇതിന് ഇൻക്ലൂഡഡാണ്. അപ്പോൾ നമ്മളിപ്പോഴേ അത് തുടങ്ങിയിട്ടുള്ളത് മാത്രം. തിരുവനന്തപുരം ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിൽ ലക്ഷങ്ങൾ വിലയുള്ള പുതിയ ബയോ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാതെ നശിക്കുകയാണ്. ശാസ്ത്രീയമായി ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതിനോ പരിപാലിക്കാനോ അധികൃതർക്ക് കഴിയാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ശാർക്കര ദേവി ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾക്കുൾപ്പെടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുമായിരുന്ന പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇല്ലാതാകുന്നത്. മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന ഗരുഡൻ തൂക്ക് വഴിപാടുകാരുടെ ആവശ്യത്തിനായാണ് ബയോ ടോയ്ലറ്റുകൾ എത്തിച്ചത്. ക്ഷേത്രപ്പറമ്പിൽ വെടിപ്പുരയുടെ സമീപത്തും ഭഗവതി കൊട്ടാരം വളപ്പിലുമാണ് ഇവ ഉപേക്ഷിച്ചിരിക്കുന്നത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് ടോയ്ലറ്റുകൾ വാങ്ങിയത്. തൂക്കം വഴിപാടിനായി 201 തൂക്കക്കാരാണ് വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ താമസിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ ശൗചാലയങ്ങൾ ഇല്ലാത്തത് കാരണം ബദൽ സംവിധാനമെന്ന നിലയ്ക്കാണ് ബയോ ടോയ്ലറ്റുകൾ വാങ്ങിയത്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ബയോ ടോയ്ലറ്റുകൾ എത്തിക്കാൻ മുൻകൈയെടുത്തത്. 2022-23 കാലഘട്ടത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഫണ്ടിൽ നിന്ന് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെയാണ് ഫണ്ട് ചെലവിട്ടതെന്നും ആരോപണമുണ്ട്. മാത്രമല്ല, അശാസ്ത്രീയമായാണ് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. തറനിരപ്പിൽ നിന്ന് ആവശ്യമായ ഉയരമില്ലാതെ മണ്ണിന് മുകളിൽ ഇവ സ്ഥാപിച്ചതിനാൽ ഒരു ദിവസം പോലും തൂക്കവ്രതക്കാർക്ക് ഇവ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ശൗചാലയങ്ങൾക്ക് പൈപ്പ് കണക്ഷനുകളും നൽകിയിരുന്നില്ല. അധികൃതർ ഉപേക്ഷിച്ച ബയോ ടോയ്ലറ്റുകൾ ഇന്ന് കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി കഴിഞ്ഞു. ന്യൂസ് 18 ചിറയൻകീഴ്. കായംകുളം പുതിയിടത്തെ SN വിദ്യാപീഠം റോഡ് തകർന്നിട്ട് വർഷങ്ങളായെങ്കിലും ശരിയാക്കാൻ നടപടിയില്ലെന്ന് പരാതി. ഇഞ്ചിക്കൽ തോടിന് അരികിലൂടെയുള്ള ഈ റോഡ് മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടായി മാറും. തോട് നിറഞ്ഞു കവിയുമ്പോൾ റോഡേത് തോടേത് എന്ന് പോലും അറിയാനാവാത്ത അവസ്ഥയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പരാതി. നഗരസഭയുടെ കീഴിലാണ് SN വിദ്യാപീഠം റോഡുള്ളത്. ഇഞ്ചിക്കൽ തോടിന് അരികിലൂടെയുള്ള ഈ റോഡിലെ കുഴികൾക്ക് ഇപ്പോൾ താഴ്ച 2 അടിയോളമാണ്. സമീപത്തെ 2 സ്കൂളുകളിലേക്ക് എത്തേണ്ടതും ഈ റോഡിലൂടെ തന്നെ. കൈവരി പോലുമില്ലാത്ത ഇവിടെ മഴയത്ത് തോട് നിറഞ്ഞു കവിയുമ്പോൾ റോഡേത് തോടേതെന്നറിയാനാവാത്ത അവസ്ഥയാണ്. ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാം കാണുന്നതാണ്. കായംകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉള്ള ഈ ഒരു റോഡിൻ്റെ അവസ്ഥ, അനേകം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. കൊച്ചു കൊച്ചു കുട്ടികളുണ്ട്. ഈ തോടിൻ്റെ അവസ്ഥ, തോട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെയും കൊണ്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ മുനിസിപ്പൽ സെക്രട്ടറിക്കും വാർഡ് കൗൺസിലറും എല്ലാം പല പ്രാവശ്യം നിവേദനങ്ങളും അഭ്യർത്ഥനകളും ഒക്കെ പറഞ്ഞതാണ്. ഇതുവരെയായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഈ രീതിയിലാണെങ്കിൽ കുട്ടികൾക്ക് ഒരു അബദ്ധം വന്ന ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിക്കാതിരിക്കാൻ നടന്നു പോകുന്നവർ കൽക്കെട്ടിലേക്ക് കയറി നിൽക്കും. ഇവിടെ ഒരിടത്തും കൈവരികളില്ല. തെന്നി വീണാൽ നേരെ തോട്ടിലേക്കാണ്. ശക്തമായ മഴ പെയ്യുമ്പോൾ തോട്ടിൽ ഒഴുക്കുമുണ്ട്. ദിവസവും 100 കണക്കിന് കുട്ടികളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ആളുകൾ ഭയന്നാണ് മഴക്കാലത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നത്. എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കായംകുളം.
കഴിഞ്ഞ ആഴ്ച യമനിലെ പത്ര ഓഫീസുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 31 മാധ്യമപ്രവർത്തകരും ജീവനക്കാരും കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്ന ഏറ്റവും വലിയ ആക്രമണം കൂടിയാണിത്. സെപ്റ്റംബർ 10-നാണ് യമന്റെ തലസ്ഥാനമായ സനയിലെ ഒരു പത്രസമുച്ചയം ഇസ്രായേൽ ആക്രമിച്ചത്. ഹൂതികളുമായി ബന്ധമുള്ള 3 മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. 2009 ഫിലിപ്പീൻസിൽ നടന്ന മാഗു ഇൻറ്റനാവോ കൂട്ടക്കൊലയ്ക്ക് ശേഷമുണ്ടായ ഏറ്റവും മാരകമായ രണ്ടാമത്തെ ആക്രമണം കൂടിയായിരുന്നു ഇത്. യെസ് പ്രേക്ഷകരെ, അങ്ങനെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു സംഭവ ബഹുലമായ രാവിലെയും കൂടിയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അതിഥികളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പല മേഖലയിലുള്ള വാർത്തകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുന്നുണ്ട്. മറ്റ് വാർത്തകളുമായി തുടർന്നും നിങ്ങൾ ന്യൂസ് 18 തന്നെ കാണുക. നമസ്കാരം.